അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈത്തിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. വഖാല നബിയുനാ വഹബീബുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജു വൽ ഉംറു വഫദുല്ലാഹ് സദഖ റസൂലുഹു നബിയുൽ കരീം. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ സഹാറ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പാർട്ണർ പ്രിയപ്പെട്ട സുഹൃത്ത് ജാബിർ, ഹജ്ജ് ഉംറ സെഷൻ കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അബ്ദുൽ നൂർ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഗേഹത്തിലേക്ക് പരിശുദ്ധമായ ഉംറ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏപ്രിൽ 5 മുതൽ 13 കൂടിയ ഡേറ്റുകളിൽ പോവാൻ ഒരുങ്ങി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കൂടലും പിരിയലും അവൻ തൃപ്തിപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന, ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഘമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്തൊരു ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയാണോ നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയതെങ്കിൽ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് പൂവണിഞ്ഞ് ഒരു കുഞ്ഞു പൈതലിൻ്റെ മനസ്സോടെ നമ്മുടെ നാടുകളിലേക്ക്, വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്തി പിന്നീട് അല്ലാഹു അനുവദിക്കപ്പെടുന്ന ആയുസ് പൂർണ്ണമായിട്ടും അവൻ്റെ റിളായിലായി ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വിശുദ്ധമായ ഗേഹത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ നമ്മളാക്കി തീർത്ത നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ പലവരും, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളിൽ പലവരും ഇന്ന് 6 അടി മണ്ണിൻ്റെ ഉള്ളിലാണ്. ഈ ഒരു സന്തോഷ നിമിഷം നേരിൽ കാണാൻ അവർ ഇപ്പോൾ നമ്മളോട് കൂടെ ഇല്ല. എന്നാൽ അവർ അർവാഹുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന വിശ്വാസം നമുക്കുണ്ട്. നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ടോ, ചെയ്യാൻ പോകുന്നുണ്ടോ, അതിൻ്റെയൊക്കെ ഒരു വിഹിതം അവരുടെ ഖബറുകളിലേക്ക് വെളിച്ചമായി, പ്രകാശമായി അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഫർളായ ഉംറ നിർവഹിച്ചതിൻ്റെ ശേഷം നാമുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ ഉൾപ്പെടെ, കൂടപ്പിറപ്പുകൾ ഉൾപ്പെടെ അവർക്കൊരു ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് ഏത് മാർഗത്തിൽ ചെലവഴിച്ചു എന്ന് നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എൻ്റെ വിശുദ്ധമായ ഗേഹം, പരിശുദ്ധമായ മക്ക, പുണ്യമായ ഹറം, ഹബീബിൻ്റെ പരിശുദ്ധ മദീന, ആ മണ്ണുകൾ കാണാൻ ചെലവഴിച്ചു എന്ന് അഭിമാനം പറയുന്ന സമ്പത്തിൽ നമ്മുടെ സമ്പത്തിന് അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ആദരിച്ച, ബഹുമാനിച്ച പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ അവസാനത്തെ 10 ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പുണ്യമായ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന വിഭാഗത്തിനും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. കോടാനക്കോടി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഈ പുണ്യമായ 10 നരകമോചനം നൽകി അനുഗ്രഹിക്കുന്നവരിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ ഹജ്ജ് ഉംറ വിഭാഗം കാര്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ, നമ്മുടെ ഈ സ്റ്റേജിൻ്റെ പിന്നിലിരിക്കുന്ന അബ്ദുൽ നൂർ,
അദ്ദേഹത്തിൻ്റെ പിതാവ് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പരിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ 10 അവനിലേക്ക് യാത്രയായി. നാളെ 14 നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ആ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പിതാവിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി, പരലോക രക്ഷയ്ക്ക് വേണ്ടി, ബർസഖിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. പുണ്യമായ റമളാന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിനെ അള്ളാഹു കണ്ടെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ഇല്ലായ്മകളും പോരായ്മകളും പുണ്യ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു വിട്ടുകൊടുത്തു മാപ്പാക്കി കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ ഹബീബിന്റെ ജിവാറിൽ ആ ഉപ്പയോടുകൂടെ നമുക്കും ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇദ്ദയിലിരിക്കുന്നവരെ പ്രിയപ്പെട്ട ഭാര്യയും അതുപോലെ അവരുടെ പ്രിയപ്പെട്ട മക്കൾ, അവരെ മരുമക്കൾ, പേരക്കുട്ടികൾ, അവർക്കൊക്കെയും അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതോടുകൂടെ ഈ വർഷം സഹാറ കുടുംബത്തിൽ പരിശുദ്ധമായ ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് പാസ്പോർട്ട് കൊടുത്ത് അതിൻ്റെ പൈസകളും മറ്റു കാര്യങ്ങളും അടച്ച് ഹജ്ജ് കാത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദുൽഹിജ്ജ 9 അന്ന് പരിശുദ്ധമായ അറഫയിൽ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൽ ലബ്ബൈക എന്ന് ചൊല്ലി അതിൽ പങ്കുചേരാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ക്ലാസ് തുടങ്ങണം. ഇനിയുള്ള സമയം മുഴുവൻ നിങ്ങളെ ശ്രദ്ധ ക്ലാസ്സിലേക്കാവണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു അവനിക്ക് നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണ് നമ്മൾ 5 നേരവും തിരിഞ്ഞു നിസ്കരിക്കുന്ന പരിശുദ്ധമായ കഅബ. അത് 2 കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുക എന്നുള്ളതും അങ്ങ് മദീന മുനവ്വറയുടെ പച്ച കുബ്ബക്ക് താഴെ ഹുജറത്തു ഷരീഫയിൽ കിടക്കുന്ന ലോകത്തിന്റെ മുത്ത്, കാരുണ്യത്തിന്റെ കടല് നബി മുഹമ്മദ് മുസ്തഫ, ആ മുത്തിന്റെ പരിശുദ്ധമായ മദീനയും പച്ച കുബ്ബയും റൗളയും മസ്ജിദ് നബവിയും കാണുക എന്നുള്ളതും ദുന്യാവിൽ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന തൗഫീഖാണ്. എന്നാൽ നാളെ പാരത്രിക ലോകത്ത് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതും ഒരു മനുഷ്യൻ കൊതിക്കുന്നതും അള്ളാഹുവിന്റെ ലിഖാ ആണ്, അവനെ നേരിട്ട് കാണുക എന്നുള്ളതാണ്. ആ തൗഫീഖും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായ അമലുകളിൽ ഒന്നാണ് പരിശുദ്ധമായ ഹജ്ജ് ഉംറ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാണുണ്ടോ? ആ ഹജ്ജും ഉംറയും എല്ലാവർക്കും നിർബന്ധമാകുന്നില്ല. ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാവണമെങ്കിൽ, ഒരാൾക്ക് ഉംറ നിർബന്ധമാവണമെങ്കിൽ അയാൾ പ്രായപൂർത്തി എത്തിയ ആളാവണം, അയാൾ ബുദ്ധിയുള്ള ആളാവണം, അയാൾ സാമ്പത്തികമായി ശാരീരികമായി എല്ലാ നിലക്കും കഴിവ് ഉള്ള ആളായിരിക്കണം. ഇങ്ങനത്തെ ആളുകളെ കുറിച്ചാണ് പരിശുദ്ധമായ ഹജ്ജ് ഉംറ ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ സ്വയം ബുദ്ധിയില്ലാത്ത ഭ്രാന്തനായ ഒരാൾക്ക് ഹജ്ജ് ഉംറ നിർബന്ധമില്ല. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പിഞ്ചു പൈതങ്ങൾ, അവർക്ക് ഹജ്ജ് ഉംറ നിർബന്ധം ഇല്ല. അവർക്ക് വേണ്ടി നിർവഹിച്ചാൽ അത് സ്വീകരിക്കപ്പെടും, അത് പ്രതിഫലാർഹമാണ്, അതിൽ സംശയം ഇല്ല. എന്നാൽ ഇതിന് ആധാരം എന്താണ്? ഇതിന് തെളിവ് എന്താണ്?
ശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ ഹജ്ജ് ചെയ്യേണ്ടത്, നിങ്ങൾ ഉംറ ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാണ്. ആ പരിശുദ്ധമായ അമലിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യാൻ പോകുന്ന അമല് കൃത്യമായിട്ട് അവൻ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ആഖിർ സമാനാണ്. അവസാന കാലഘട്ടങ്ങളിൽ ടൂറിസ്റ്റുകൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പോലെ ഹജ്ജിനും ഉംറക്കും മനുഷ്യർ പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊരു ഇബാദത്താണ്, ഒരു നിർബന്ധമായ കർമ്മമാണ്. ഇസ്ലാമിൻ്റെ 5 പഞ്ചസ്തംഭങ്ങളിൽ 4 സംഗതികളും ഈ കോട്ടക്കൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന, ചെയ്യാൻ പോകുന്ന അമല് അത് ചെറിയവനായാലും വലിയവനായാലും സാമ്പത്തികമുള്ളവനായാലും ഇല്ലാത്തവനായാലും അറിവ് ഉള്ള ആളായാലും അറിവ് ഇല്ലാത്ത ആളായാലും 4002 കിലോമീറ്റർ യാത്ര ചെയ്യണം. എങ്ങോട്ട് തന്നെ എത്തണം? പരിശുദ്ധമായ മക്കത്തുൽ മുക്കർറമയിലേക്ക് തന്നെ എത്തിച്ചേരണം. ഷഹാദത്ത് കലിമ അത് ഹൃദയത്തിലാണ്. നിസ്കാരം, നിസ്കരിക്കുന്ന സ്ഥലം, വസ്ത്രം, അതുപോലെ ശരീരം, ഇത് 3ഉം ശുദ്ധി ഉണ്ടെങ്കിൽ എവിടെ എന്ത് ചെയ്യാം? നിസ്കരിക്കാൻ പറ്റും. അതുപോലെ സക്കാത്ത്, അതിന്റെ അവകാശികൾ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്കാത്ത് കൊടുക്കാൻ പറ്റും. ഇനി നോമ്പ്, എവിടെ വെച്ച് നോമ്പെടുത്തൂടെ? ഈ വർഷത്തെ എൻ്റെ നോമ്പിന്റെ തുടക്കം അങ്ങ് മദീന മുനവ്വറയുടെ പച്ച കുപ്പക്ക് താഴെ മുത്തിന്റെ അടുത്ത് നിന്നാണ് നിയത്തി വെച്ച് പോന്നേ. പരിശുദ്ധ റമദാൻ അവിടെ ഇരുന്നു തുടക്കം. ഇന്ന് നിങ്ങൾക്ക് നോമ്പ് 23 എനിക്ക് 24. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന് നിയമങ്ങളിലേക്ക് മാറും. ഫിഖ്ഹി മസ്അല പ്രകാരം മറ്റൊരു വകുപ്പ്. നേരെ മറിച്ച് ഇനി പറയാൻ പോകുന്ന, ചെയ്യാൻ പോകുന്ന ഹജ്ജ്, ഉംറ, ഈ ഒരു അമൽ ചെയ്യണമെങ്കിൽ എങ്ങിട്ട് തന്നെ പോകണം? മക്കയിലേക്ക് തന്നെ പോകണം. ആ പരിശുദ്ധമായ അമൽ ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ ഒരുങ്ങുമ്പോൾ, നീ ശരിക്കും ശ്രദ്ധിക്കണേ, പ്രധാനപ്പെട്ട അമലിന്റെ ഭാഗം പറയണം. ആ അമൽ ചെയ്യാൻ പോകുമ്പോ അതിൻ്റെ മുന്നോടിയായി ചില സംഗതികൾ നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹിന്റെ പൊരുത്തമുള്ള ഒരു അമലിന് വേണ്ടി, യാത്രക്ക് വേണ്ടി അവന്റെ അടിമ ഒരുങ്ങുമ്പോൾ കൂടി ആലോചന നടത്തുക. ഇപ്പൊ നിങ്ങളൊക്കെ സ്വമേധയാ തെരഞ്ഞെടുത്തതല്ല. മുമ്പ് സഹാറ കുടുംബത്തിൽ പോന്ന നിങ്ങളുമായി ഏറ്റവും ബന്ധമുള്ള ആളുകളോട് ചോദിച്ച് ട്രാവൽസിനെയും അമീറുമാരെയും കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നിങ്ങളെ പാസ്പോർട്ടും നിങ്ങളെ അഡ്വാൻസും നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. വിശുദ്ധമായ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 159-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വശാവിറുഹും ഫിൽ അംരി, നിങ്ങൾ കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? കൂടി ആലോചന നടത്തണം. അതിലെന്തുണ്ടാവും? ഖൈറുണ്ടാവും. മഹാനായ നബീന മുഹമ്മദ് മുസ്തഫ, നമുക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ ആരാണ്? ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ആ മുത്തുനബിയിൽ നല്ല മാതൃകയുണ്ട് എന്ന് ഖുർആന്റെ ആയത്താണ്. പരിശുദ്ധമായ ഖന്തക്ക് യുദ്ധം നടക്കുന്നതിന്റെ മുമ്പ് മക്ക കുഫാറുകൾ 10,000-കണക്കിന് ആളുകൾ അബൂ സുഫ്യാന്റെ നേതൃത്വത്തിൽ യുദ്ധസജ്ജരായി ഒരുമിച്ച് കൂടിയപ്പോ അവർക്കെതിരെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് മഹാന്മാരായ സ്വഹാബത്തിനെ കൂട്ടി ലോകത്തിന്റെ മുത്ത് കൂടിയാലോചന നടത്തുകയാണ്. അള്ളാഹിന്റെ റസൂലിന് ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ആ തീരുമാന സ്വഹാബത്തിനോട് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ആര് കേൾക്കും?
സഹാബത്ത് കേൾക്കും, അത് നടപ്പിലാക്കും. എന്നാലും കൂടിയാലോചന, അങ്ങനെയാണ് സൽമാൻ ഫാരിസിയുടെ നിർദ്ദേശപ്രകാരം കിടങ്ങു കുഴിച്ചതും കുഫാറുകൾ അത് കണ്ട് പരിഭ്രമിച്ച് അവസാനം വിജയം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തത്. അപ്പോ കൂടിയാലോചന പ്രധാനമാണ്. ഒന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അത് നിങ്ങളത് കഴിഞ്ഞിട്ടുണ്ടാവും, മിക്കവാറും പാസ്പോർട്ട് ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. രണ്ടാമത്തെ സംഗതി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്തിഹാറത്തിന്റെ 2 റക്അത്ത് നിസ്കാരം. ഏതൊരു വിഷയത്തിലും ഖൈറുമുണ്ട് ഷർറുമുണ്ട്. രണ്ടും ആരിൽ നിന്നാണ്? നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കാനാണ് എന്ത്? ഈമാൻ കാര്യത്തിൽ 6-ാമത്തെ അല്ലേ? അല്ല, അങ്ങനെ തന്നെയല്ലേ? അപ്പോ നമ്മൾ ഉംറക്ക് വേണ്ടി പോവാണ്, നല്ലൊരു അമലിന് വേണ്ടി പോവാണ്, ഒക്കെ ശരിയാണ്. അതിലും എന്തുണ്ടാവാം? പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഖൈറിനെ തേടിയുള്ള 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, തക്ബീർ കെട്ടി വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതുക. ജമാഅത്ത് സുന്നത്തില്ല, ഒറ്റക്ക് നിസ്കരിക്കുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. എന്നിട്ട് നിഷ്കളങ്കമായി ആ നിസ്കാരപ്പായിൽ ഇരുന്ന് കിബിലക്ക് തിരിഞ്ഞ് തന്നെ നിസ്കരിക്കുക, ദുആ ചെയ്യാം. കിബിലക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? അപ്പൊ ഉസ്താദ് ഏതാ നല്ല സമയം? അതിന് നിസ്കാരം കറാഹത്തല്ലാത്ത ഏത് സമയവും തെരഞ്ഞെടുക്കാം. എന്നാലും ഏറ്റവും ഉത്തമം എപ്പോഴാണ്? അത്തായ സമയങ്ങളിൽ ദുആക്ക് പെട്ടെന്ന് ഇത് കിട്ടും, ഇജാബത്ത് കിട്ടും. പ്രത്യേകിച്ച് റമളാൻ മാസമാണല്ലോ, നമ്മൾ അത്തായത്തിന് എണീക്കുന്നവരാണല്ലോ. അപ്പോ ആ അത്തായ സമയത്ത് എണീറ്റ് പൂർണ്ണമായ ഒന്നുവ് ചെയ്ത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഉറങ്ങാത്ത ഒരാളുണ്ടതാരാ? ജല്ലജലാലായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു ഉറക്കൂല്ല, അല്ലാഹു തൂങ്ങി ഉറക്കൂല്ല. സദാസമയം അടിമ വല്ലതും എന്നോട് ചോദിക്കുന്നുണ്ടോ എങ്കിൽ അവർക്ക് ഉത്തരം കൊടുക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഇസ്തിഹാറത്തിന്റെ നിസ്കാരം കഴിയുമ്പോൾ തന്നെ ഒരു വലിയ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെ തോന്നിപ്പോകും. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിഷ്കളങ്കമായ തൗബ. ശരിക്കും മനസ്സിലാക്കണേ, നമ്മൾ അമലിന് വേണ്ടി പോകുമ്പോൾ അതിൻ്റെ മുമ്പ് ചെയ്യേണ്ട സംഗതികളാണ് ഈ പറയുന്നത്. നിഷ്കളങ്കമായ തൗബ. മനുഷ്യൻ തെറ്റ് ചെയ്യും. ആ തെറ്റുകൾ മുഴുവനും ആര് കാണുന്നില്ലെങ്കിലും ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. അവന്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഒന്നിനും സാധ്യമല്ല. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിന്റെ ഉള്ളും അറിയുന്നവനാണ് ആര്? ജല്ല ജലാലായ റബ്ബ്. ആ റബ്ബിന്റെ മുമ്പിൽ എന്തൊക്കെ അപാകതകൾ ഈ ലൈഫിൽ വന്നു പോയിട്ടുണ്ടോ അത് മുഴുവനും റബ്ബിനോട് പറയാം. എല്ലാം കേൾക്കാൻ മനസ്സുള്ള ഒരാളാണ് ജല്ല ജലാലായ റബ്ബ്. എന്റെ സങ്കടം നിങ്ങളോട് പറയുമ്പോ അല്പസ്വല്പം കേൾക്കും. ആ സങ്കടം നീണ്ടുപോയാൽ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ നോക്കാന്ന് പറയും. എന്നാൽ ജല്ല ജലാലായ റബ്ബുൽ ഇസ്സത്ത് സദാസമയം തന്റെ അടിമ തന്നോട് വല്ലതും യാചിക്കുന്നുണ്ടോ, അവന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നുണ്ടോ, ഞാൻ അവനക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. നിഷ്കളങ്കമായി നിങ്ങൾ തൗബ ചെയ്യുക. റമളാൻ മാസമാണ്, അവസാനത്തെ 10 അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, പലയിടത്തും അതിന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. നിഷ്കളങ്കമായ തൗബ.
അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ കബീറ ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത അല്ലാഹുമ്മ ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ശരീരത്തോട് അന്യായം കാണിച്ചിരിക്കുന്നു, അതിക്രമം ചെയ്തിരിക്കുന്നു. ളുൽമൻ കസീറൻ കബീറ, ചെറിയ തെറ്റുകളൊന്നുമല്ല, വലിയ ന്യൂനതകൾ എന്നിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്. ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ നീയല്ലാതെ മറ്റൊരാൾ പൊറുക്കുകയില്ല. ഫഗ്ഫിർ ലീ, എനിക്ക് നീ പൊറുത്തുകൊണ്ട മഗ്ഫിറതൻ മിൻ ഇൻദിക്, നിന്റെ അടുത്തു നിന്നുള്ള പാപമോചനമായി എനിക്ക് നീ പൊറുത്തുകൊണ്ട. അങ്ങനെ റബ്ബിനോട് നിഷ്കളങ്കമായി പറഞ്ഞാൽ അല്ലാഹു എന്ത് ചെയ്യും? പൊറുത്തു തരും. കാരണം ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരുമെന്ന് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നൂഹിൽ അല്ലാഹു പറയുന്നുണ്ട്. കാരണം ഹബീബായ തങ്ങള് ഒരു ദിവസം ഒരു ഹദീസിന്റെ അഭിപ്രായത്തിൽ 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിരുന്നു. ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട അമലാണ് നിസ്കാരം, അല്ലെ? റബ്ബിന്റെ മുമ്പിൽ നിൽക്കാണ്. ആ നിസ്കാരം പൂർത്തിയായി സലാം വീട്ടിക്കഴിഞ്ഞാൽ അവൻ ആദ്യം പറയുന്ന വാക്കെന്താ? നല്ല ഒരു അമല് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന വാക്കെന്താ? അതെന്തിനാ? ഞാൻ ഈ പറഞ്ഞതുപോലെ പഠിച്ചതുപോലെ ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ മനുഷ്യനാണ്, കുറവ് വന്നിട്ടുണ്ടാവാം, എനിക്കിനി എന്ത് കാട്ട്? പൊറുത്തുകൊണ്ട. അപ്പൊ നിഷ്കളങ്കമായി തൗബ കഴിഞ്ഞാൽ കേൾക്കണേ, അടുത്ത സംഗതി മാതാപിതാക്കളുടെ കുരുത്തവും പൊരുത്തവും, അഥവാ പൂർണ്ണ സംതൃപ്തി ഇതിൽ വേണം. വാപ്പാനെയും ഉമ്മാനെയും സങ്കടപ്പെടുത്തി പ്രയാസപ്പെടുത്തി ഒരാൾ ഉംറക്ക് പോരുന്നുണ്ടെങ്കിൽ യാത്രയിലുടനീളം അയാളെ കൊണ്ട് മറ്റുള്ളവർ പരീക്ഷിക്കപ്പെടും. ഒരുപാട് അനുഭവമാണ് ഈ പറയുന്നത്. ഇപ്പൊ മൈക്കുണ്ട്, ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്, ലൈറ്റ് ഉണ്ട്, അതിന്റെ പ്രകാശം കൊണ്ട് കാണുന്നുണ്ട്. ഇത് അണയുമ്പോഴാണ് അതിന്റെ വിലയും മറ്റും നമ്മൾ മനസ്സിലാവുക. അപ്പാനെയും ഉമ്മാനെയും വില മനസ്സിലാവുന്നത് അവർ നഷ്ടപ്പെടുമ്പോഴാണ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാതാപിതാക്കൾ, അവർക്ക് ഇനി മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. എന്തൊക്കെ നന്മകൾ ഞങ്ങൾ പറയുന്നുണ്ടോ അതിന്റെയൊക്കെ മിത്രസവാബിനെ അവരെ ഖബറുകളിലേക്ക് ഇനി വെളിച്ചമായി പ്രകാശമായി എത്തിക്കണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം തൂർ സീനാ മല കയറുന്ന സമയത്ത് യജമാനായ റബ്ബ് മൂസയോട് പറയുന്നുണ്ട്, മൂസാ, ഇനി നിങ്ങൾ ഓരോ പടിയും കയറുമ്പോൾ ശ്രദ്ധിക്കണേ, ഇത്രയും കാലം നിങ്ങൾക്ക് താങ്ങായി തണലായി ദുആയായി നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ ആരില്ല, നിങ്ങളെ ഉമ്മയില്ല. അതുകൊണ്ട് ഇനി കയറുമ്പോൾ ശ്രദ്ധിക്കണേ. കാരണം ഉമ്മയുടെ ദുആ അനുകൂലമായാലും പ്രതികൂലമായാലും റബ്ബ് സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ ആദരിക്കാൻ പറഞ്ഞോ, ബഹുമാനിക്കാൻ പറഞ്ഞോ, അതിന്റെ തൊട്ടപ്പുറത്ത് പറയുന്നത് ആരെയാണ്? വാപ്പാനെയാണ്, ഉമ്മാനെയാണ്. വാപ്പാന്റെയും ഉമ്മാന്റെയും കുരുത്തവും പൊരുത്തവും ഇല്ലാതെ ഹജ്ജിനാവട്ടെ ഉംറക്കാവട്ടെ മറ്റുള്ള അമലുകൾക്കാവട്ടെ നിങ്ങൾ ഇറങ്ങിയാൽ, കുരുത്തവും പൊരുത്തവും ഇല്ലെങ്കിൽ അതോടെ കഴിഞ്ഞ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രായാധിക്യം കൊണ്ട് മുക്കിച്ചുളിഞ്ഞ മുഖവുമായി വീടിന്റെ ഒരു മൂലയിൽ കട്ടിലിരിക്കുന്നുണ്ടാവും. ആ മുഖവും മറ്റു പ്രയാസങ്ങളും അങ്ങനെ ആയിത്തീർന്നത് നമുക്ക് വേണ്ടി ആയതാണ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുരുത്തപുത്രങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പിന്നെ ഇതിലേക്ക് ചിലവഴിക്കുന്ന സമ്പത്ത് ശുദ്ധമായ പണമാവണം, പൊരുത്തമുള്ള മുതലാവണം. വളരെ ശ്രദ്ധിക്കാം. എല്ലാവരോടും യാത്ര ചോദിക്കണം. പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങി, നിങ്ങളുടെ ഡേറ്റ് തീരുമാനിച്ചു, ദിവസം തീരുമാനിച്ചു,
ഫ്ലൈറ്റ് തീരുമാനിച്ചു, ഒക്കെ ഓക്കെയാണ്. എന്നാൽ ഇനി എന്ത് ചെയ്യാം? എല്ലാവരോടും യാത്ര ചോദിക്കുക. മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ ഹബീബ് പരിശുദ്ധമായ യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കൂടെയുള്ള കുടുംബിനികളോടും കൂടപ്പിറപ്പുകളോടും സഹാബത്തിനോടും റസൂൽ എന്ത് ചെയ്തിരുന്നു? യാത്ര ചോദിച്ചു. എന്നിട്ട് പ്രത്യേക ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നു. ലാ തൻസാ ഫി ദുആഇക യാ ഉഖയ്യ, എന്റെ പൊന്നു സഹോദര, നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോകരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ റസൂലുള്ള ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം കഴിഞ്ഞു. ഇനി സാഹചര്യം അനുകൂലമാണെങ്കിൽ, പോകുന്നതിന്റെ മുമ്പ് ദിവസം നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ, 6 നോമ്പ് കഴിഞ്ഞിട്ടൊക്കെയാണ് ചില ആളുകൾ പോണത് അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? കൂട്ടുകുടുംബത്തെ വിളിച്ചു കൂട്ടിയിട്ട് നല്ല ഒരു മൗലീദും യാസീനും ഒക്കെ ഓതി ദുആ ചെയ്യിപ്പിച്ച് ഒരു നേരത്തെ അന്നം കൊടുത്താൽ റാഹത്തായി. അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള സംഗതിയാണ് ഒരു നേരത്തെ അന്നം അർഹരായ ആളുകൾക്ക് കൊടുക്കുക. അയൽവാസികളൊക്കെ വിളിക്കും, പക്ഷെ കൂടപ്പിറപ്പിനെ വിളിച്ചിട്ടുണ്ടാവില്ല. ഏതോ ഒരു കാലത്ത് വല്യുപ്പാന്റെ കാലത്ത് ഏതോ പ്രശ്നത്തിൽ തെറ്റിയതാണ്. വല്യുപ്പ പോയി, വാപ്പിയും പോയി, പെളാപ്പിയും മക്കളും ഉള്ളത് എന്ത് ചെയ്യണില്ല? മുണ്ടണില്ല. അങ്ങനെ വേണ്ട. അവർ ചോരകളാണ്, അവരാദ്യം ചെയ്യണം കൂടെ കൂട്ടണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കണേ. ഇനി പോകുന്ന അന്നത്തെ ദിവസം ഞാൻ നിങ്ങളെങ്ങനെ ക്ലാസ്സിലൂടെ ശുദ്ധമായ മക്കയിലൂടെ സഞ്ചരിച്ച് ഉംറയുടെ അമലുകൾ പൂർത്തീകരിച്ച് ഹബീബിൻ്റെ മണ്ണിലെത്തി മുത്തിൻ്റെ റൗള സിയാറത്ത് ചെയ്ത് തിരിച്ച് നാട്ടിലെത്തുന്ന രൂപത്തിലെ ക്ലാസ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഡേറ്റാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ യാത്രയ്ക്ക് ഏറ്റവും ഉത്തമം കിതാബുകളിൽ പറയുന്നുണ്ട് വ്യാഴാഴ്ചയാണ് അഫ്വല്, അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയാണ്, അത് കഴിഞ്ഞാൽ ശനിയാഴ്ചയാണ്. പക്ഷെ ഇപ്പൊ ഈ ഫ്ലൈറ്റും സംവിധാനങ്ങളൊക്കെ ഒരുമിച്ച് നമുക്ക് സീറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെതായ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പോകുന്ന ആ ദിവസം ഹയറാണെന്ന് കരുതുക. ഇൻഷാ അല്ലാഹ് പോകുന്ന അന്നത്തെ ദിവസത്തിൽ നിങ്ങൾ കുളിക്കുന്ന കുളി ഏതാണെന്നറിയോ? ഇഹ്റാമിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു. എന്താ നിയത്ത്? എന്താ നിയത്ത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായ കുളികളില്ലേ? വലിയ ആശുപത്രി ഉണ്ടായാൽ കുളിക്കണ്ടേ? ജനാപത്തുണ്ടായാൽ കുളിക്കണ്ടേ? ഒരു പെണ്ണ് പ്രസവിച്ചാൽ കുളിക്കണ്ടേ? അതേപോലെ ശക്തിയായ സുന്നത്തായ കുളികളുണ്ട്. ചെറിയ പെരുന്നാളിന് കുളിക്കാം, വലിയ പെരുന്നാളിന് കുളിക്കാം. നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീ ആണെങ്കിൽ പോലും കുളിക്കലണ്ട, സുന്നത്താണ് അല്ലേ? അപ്പൊ അതുപോലെ ശക്തിയായ സുന്നത്താണ് ഏത്? ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. ആ കുളിക്കുന്നതിന്റെ മുമ്പ് ചില സംഗതികൾ സുന്നത്തുണ്ട്. അതിൽ ഒന്നാമത്തത് നമ്മുടെ നഖങ്ങൾ വെട്ടുക. ശരീരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്ന കക്ഷരോമങ്ങൾ, ഗുഹ്യരോമങ്ങൾ ഇതൊക്കെ നീക്കം ചെയ്യാം. നീക്കം ചെയ്യുമ്പോൾ ഉംറയ്ക്ക് വേണ്ടി ഞാൻ നീക്കം ചെയ്യുന്നു എന്ന് കരുതുക. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഏത് അമലും സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാ? 70 കിലോമീറ്റർ 75 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ ഇവിടെ എത്തി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇത് നാളെ എൻ്റെ മീസാനിൽ ഭാരം തൂങ്ങുന്ന ഒരു അമലായി മാറാനാണ് എന്ന് നിയ്യത്തുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആവും. ഫോർമാറ്റിക്ക് വേണ്ടിയാണെങ്കിലോ അത് പ്രശംസയിലുണ്ടാകും, റെക്കോർഡിൽ രേഖപ്പെടുത്തുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നല്ല നിയ്യത്തോടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാ? ആ നഖം വെട്ടുമ്പോ മുടി നീക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യാം? ഉംറയ്ക്ക് വേണ്ടി ഞാൻ നീക്കം ചെയ്യുന്നു എന്ന് കരുതാം. ഇൻഷാ അല്ലാഹ് കുളി കഴിഞ്ഞു അതിൻ്റെ ശേഷം റൂമിലെത്തിയാൽ ആണുങ്ങൾക്കും സുന്നത്തുണ്ട്, പെണ്ണുങ്ങൾക്കും സുന്നത്തുണ്ട്. അല്പം സുഗന്ധം ശരീരത്തിൽ പുരട്ടുക, വസ്ത്രത്തിലല്ല. സാധാരണ പെണ്ണിന് സുഗന്ധം ഭർത്താവിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ അല്ലേ? എന്നാൽ
ഉംറക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി ഇഹ്റാമിന്റെ കുളി കുളിച്ചാൽ എന്ത് സുന്നത്തുണ്ട്? സുഗന്ധ പൂശല് സുന്നത്തുണ്ട്. എവിടെ? വസ്ത്രത്തിലല്ല, ശരീരത്തിൽ. ഇൻഷാ അല്ലാഹ് മൈലാഞ്ചി പെണ്ണുങ്ങൾക്ക് ഈ കഫിൽ നിന്ന് ഉള്ളൻ കയ്യിൽ ഇടലും എന്തുണ്ട്? ഉംറക്ക് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ സുന്നത്തുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക. ഇതെല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് നല്ല തേച്ചുരച്ച് കുളിക്കുക. കാരണം മഹാന്മാരൊക്കെ പറയുന്നത് നാളെ റബ്ബിലേക്ക് മടങ്ങുമ്പോൾ കുളിക്കുന്ന ഒരു കുളിയെയാണ് ഇഹ്റാമിന്റെ കുളി ഓർമ്മപ്പെടുത്തുന്നത്. ആ കുളി കഴിഞ്ഞ് റൂമിലെത്തി ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ യാത്രക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് മാറ്റും അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഡ്രസ്സ് മാറ്റൂലേ? അതിന് പ്രത്യേക ഡ്രസ്സുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, മഹാന്മാർ വിശദീകരിച്ചിട്ടില്ല. നമ്മൾ യാത്രക്ക് വേണ്ടി ഡ്രസ്സ് മാറ്റുന്നു. ആ ഡ്രസ്സുകളിൽ വെള്ളയാണ് അഫ്വലി എന്ന് കിതാബുകളിൽ ഉസ്താദ്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഏത് വേഷവും ധരിക്കാൻ ഉറത്ത് മറയണം. ഇൻഷാ അല്ലാഹ് ആ വേഷം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമിൽ വെച്ചുകൊണ്ട് യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കും. ആ നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്. എന്നിട്ട് ആ നിസ്കാരപ്പാലിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാം? യാത്രക്കാരന്റെ ദുആ നേരിട്ട് റബ്ബിലേക്ക് എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി നിങ്ങൾ ഒറ്റക്കല്ല ഉണ്ടാവുക, ഇനി കൂടെ ആരുണ്ടാവും? അള്ളാഹു പ്രത്യേകം നിശ്ചയിച്ച റഹ്മത്തിന്റെ മലക്കുകളും കൂടെ പോരും. അതുകൊണ്ടാണ് കൽബിന്റെ രോഗമായ കിബർ, ഹസദ്, റിയാ, ഉജ്ബ് ഇതൊന്നും ഇനി പാടില്ല. ഇതൊക്കെ എന്ത് ചെയ്തു? ആ തൗബയോടെ നമ്മൾ കഴുകിക്കളഞ്ഞു. നാത്തും പോലും അമ്മായിമ്മ പോലും ഒന്നും പാടില്ല. ചുരുക്കി പറഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യണം? തീർത്തു പോരണം. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നിസ്കാരം കഴിഞ്ഞില്ലേ? ആ വീട്ടിലുള്ള പ്രിയപ്പെട്ട വാപ്പ, ഉമ്മ, നിങ്ങളെ ഭാര്യ ഇവരോടൊക്കെ യാത്ര ചോദിക്കും. വാപ്പാന്റെ അടുത്ത് ചെന്നിട്ട് വാപ്പാന്റെ കൈയൊന്ന് മുത്തിയിട്ട് സലാം പറഞ്ഞു പോരണം. പ്രിയപ്പെട്ട ഉമ്മയോട് എന്ത് ചെയ്യണം? ഉമ്മയെ ചേർത്ത് നിർത്തിയിട്ട് നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. ഭാര്യയാണ് പോരുന്നത്, ഭർത്താവ് പോരുന്നില്ല. ഭർത്താവാണ് പോരുന്നത്, ഭാര്യ പോരുന്നില്ല എങ്കിൽ നിങ്ങളെ സ്വകാര്യ റൂമിൽ വെച്ചുകൊണ്ട് ആ യാത്ര ചോദിക്കേണ്ടത്. പ്രിയപ്പെട്ട നിങ്ങളെ മക്കളെ കൈയൊന്ന് മുത്തിയിട്ട് വേണം നിങ്ങൾ പോരാൻ. ഇതൊക്കെ അമലിന്റെ കബൂലിയത്തിനും യാത്രയുടെ എളുപ്പത്തിനും കാരണമാകുമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും യാത്ര ചോദിച്ചതിന്റെ ശേഷം നേരെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇടത്തെ കാല് വെച്ചിട്ട് ഇറങ്ങാം. ഏത് കാല് വെച്ചിട്ട് ഇറങ്ങേണ്ടത്? ഇടത്തെ കാല് വെച്ച് ഇറങ്ങുമ്പോൾ നിങ്ങൾ പറയേണ്ടതും ചൊല്ലേണ്ടതും, നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീ ആണെങ്കിൽ പോലും ദിക്രി എന്ന ഉദ്ദേശത്തിൽ ചൊല്ലാം. എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്ന് പറഞ്ഞാണി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ നാമം ചൊല്ലി നിങ്ങൾ ഇടത്തെ കാല് വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹു പ്രത്യേകം നിശ്ചയിച്ച മലക്കുകൾ നിങ്ങളെ കൂടെ അനുഗമിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നേരെ മുന്നിൽ എയർപോർട്ടിലേക്കുള്ള വാഹനം ഉണ്ടാവും. ആ വാഹനത്തിൽ എന്ത് ചെയ്യാ? വലത്തെ കാല് വെച്ചിട്ട് കയറുക. ഏത് കാല് വെച്ചിട്ട്? നേരെ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അത് ചൊല്ലി സീറ്റിൽ ഇരുന്നാൽ ഒരു ആയത്തുൽ കുർസി ഓതുക. കാരണം ആയത്തുൽ കുർസി എല്ലാത്തിനും കാവലാണ്. ഓരോ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു തവണ ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്ക് പിന്നെ സ്വർഗപ്രവേശനത്തിന് വേറെ ഒരു തടസ്സവുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് സമയമില്ലാത്ത കുഴപ്പമാണ്. സലാം വീട്ടിയാൽ അടുത്ത മിസ് കോൾ ആരതാണ്? നമ്മൾ നേരത്തെ അയച്ച മെസ്സേജിൽ റീപ്ലൈ എന്താണ്? കാലം അങ്ങനെ ആയിപ്പോയി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്താണ്. ചില ആളുകളുണ്ട്,
മൻ യസ്തരി ലഹുവൽ ഹദീസ്, ആളുകളെ പഴപ്പിക്കാൻ വേണ്ടി ചില കളി വിനോദ ഉപകരണങ്ങൾ മനുഷ്യർ ഉപയോഗിക്കുമെന്ന് ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് ഇറങ്ങിയ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ് ലിയുദില്ല അൻ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിന് അവർ അതിനെ പഴപ്പിക്കും. ആ സംഗതി നമ്മളെ പഴപ്പിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എയർപോർട്ടിലെത്തി നിങ്ങളുടെ രേഖകളൊക്കെ കൈപ്പറ്റി നിങ്ങളുടെ ലഗേജുകൾ വിട്ട് ബോർഡിങ് കിട്ടി മുകളിലെത്തി എമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് വിമാനത്തിൽ കയറാൻ ഒരു 40 മിനിറ്റ് ബാക്കി സമയം. ഈ സമയത്ത് ആണുങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നിങ്ങൾ അതുവരെ ധരിച്ച എല്ലാ വസ്ത്രങ്ങളും ഒഴിവാക്കുക. അപ്പൊ ഒരാൾ വെള്ളത്തുണി, സിംഗിൾ തുണി, ഇഹ്റാമിന് പറ്റിയ തുണി അത് മാറ്റണം എന്നല്ല ഈ പറയുന്നത്. ഒരാൾ പാൻ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരാൾ മറ്റുള്ള ഡ്രസ്സുകൾ എടുത്തു, അതൊക്കെ ഒഴിവാക്കിയിട്ട് നാളെ റബ്ബിലേക്ക് മടങ്ങുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന 3 തുണിയില്ലേ, ആ 3 തുണിയിൽ നിന്ന് 2 തുണി, അതാണ് ഇഹ്റാമിന്റെ വേഷം എന്ന് പറയുന്നത്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. പെണ്ണുങ്ങൾക്ക് എന്തില്ല, പ്രത്യേകിച്ച് വേഷത്തിൽ മാറ്റൊന്നുമില്ല. അങ്ങനെ ആ വേഷം മാറ്റി എയർപോർട്ടുകളിലൊക്കെ വിശാലമായ സൗകര്യങ്ങളുണ്ട് നിസ്കരിക്കാൻ. അവിടെ പോയിട്ട് ഇഹ്റാമിന്റെ കുളി കുളിച്ചില്ലേ വീട്ടിൽ നിന്ന്, ഇനി അടുത്ത പരിപാടി എന്താ, ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അവിടെ ജമാഅത്ത് സുന്നത്തുണ്ടോ? ഇല്ല, ഒറ്റക്ക് നിസ്കരിക്കാം. ആണുങ്ങൾക്ക് വേറെ സൗകര്യമുണ്ട്, പെണ്ണുങ്ങൾക്ക് വേറെ സൗകര്യമുണ്ട്. ആ നിസ്കാരത്തിലും 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം സൂറത്തുൽ കാഫിറൂന, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹ് സൂറത്ത്, അതും ഓതി നന്നായിട്ട് ദ്വാരക്കുക. അപ്പൊ നമ്മൾ യാത്രയിലാണ്, റഹ്മത്തിന്റെ മലക്ക് കൂടെയുണ്ട്, ആ മലക്കും കൂടി ആമീൻ പറയും. അള്ളാഹു പ്രത്യേകം മലക്കിനോട് ചോദിക്കും, എൻ്റെ അടിമ വല്ലതും യാചിക്കുന്നുണ്ടോ? കാരണം നിങ്ങൾ ചില്ലറക്കാരല്ല. അൽ ഹാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടവൻ, ഉംറക്ക് വേണ്ടി പുറപ്പെട്ടവൻ. വഫ്ദ് അള്ളാഹുവിന്റെ ഗസ്റ്റാണ്, അള്ളാഹുവിന്റെ അതിഥിയാണ്. ഏതൊരാളും ബഹുമാനിക്കും. ആരെ ബഹുമാനിക്കും? ഗസ്റ്റായി വരുന്ന, അതിഥിയായി വരുന്ന ആരെയും നമ്മൾ എന്ത് ചെയ്യും? അത് ചെറുപ്പ വലിപ്പ വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്നിട്ട് എന്താണ് ആ അടിമ ചോദിക്കുന്നത്? അവന്റെ പാപങ്ങളൊക്കെ ഏറ്റു പറയുന്നുണ്ട്. എന്നാൽ പോയിട്ട് പറയണം, അവന്റെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന്. ആര് പറയും? മലക്ക് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് ആ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങളെ കൂടെ വരുന്ന അമീർ പരിശുദ്ധമായ ഉംറയുടെ നിയ്യത്ത് നിങ്ങൾക്ക് വെച്ച് തരും. നമ്മൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മൾ ഇഹ്റാമിന്റെ വേഷം മാറ്റി ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ഒറ്റക്ക് എന്ത് ചെയ്തു? ദുആയും കഴിഞ്ഞു. ഇനി എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പരിശുദ്ധമായ ഉംറയുടെ നിയ്യത്ത് വെക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ അൽഹംദുലില്ലാഹ് 10-23 ദിവസമായിട്ട് നമ്മളൊക്കെ നിയ്യത്ത് വെക്കുന്നുണ്ട്. ഏത് നിയ്യത്ത്? നോമ്പിനെ നിയ്യത്ത് വെക്കണില്ലേ? വെക്കുന്നുണ്ട്. എന്നാൽ അധിക ആളുകളും ആയുസ്സിൽ ആദ്യമായിട്ട് വെക്കാൻ പോവാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഒരു തവണ വെക്കേണ്ട നിയ്യത്താണിത്. സുന്നത്തായിട്ട് സാമ്പത്തികവും കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പോവാം. എന്നാൽ നിർബന്ധമായിട്ടും ഒരു തവണയെങ്കിലും ചെയ്യണം. ഏത്? അവനക്ക് സമ്പത്തുണ്ട്, അവന്റെ ആരോഗ്യമുണ്ട്, അവന്റെ വഴി സുരക്ഷിതമാണ്. ഇങ്ങനെയൊക്കെ ആയാൽ ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം? അത് ചെയ്യണം. ഏതാണ് ആ നിയ്യത്ത്? നവൈത്തുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൽ ലബ്ബൈക്. അല്ലാഹു തആലാക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി, അതിനു വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു, അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചു. എന്താ നിയ്യത്ത്? നവൈത്തുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക്. അപ്പ സംശയം, നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീ കൂട്ടത്തിലുണ്ട്, ഓലിക്ക് നിയ്യത്ത് വെക്കാൻ പറ്റുമോ?
നിയ്യത്തിന് ശുദ്ധി ആവശ്യമില്ല. നിയ്യത്തിന് എന്താ ആവശ്യമില്ല? ശുദ്ധി ആവശ്യമില്ല. നിയ്യത്ത് നിർബന്ധമായിട്ട് നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കണം. കാരണം മീഖാത്ത് വിട്ട് കടക്കുന്നതിന്റെ മുമ്പ് നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. വിമാനമാർഗം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ത്വായിഫിന്റെ ഭാഗത്ത് കർണുൽ മനാസിലാണ് നമ്മുടെ മീഖാത്തെങ്കിലും നമ്മൾ വിമാനയാത്രയിലായിരിക്കും, ചിലപ്പോൾ ഉറക്കിലായിരിക്കും, അശ്രദ്ധയിലായിരിക്കും. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വിമാനം പുറപ്പെടും എന്ന് ഉറപ്പ് കിട്ടിയാൽ എന്ത് ചെയ്യും? ഉംറന്റെ നിയ്യത്ത് നമ്മൾ വെക്കും. ആ നിയ്യത്താണ് ഇപ്പോ വെച്ചത്. അതിന്റെ ശേഷം ഒരു ഇബ്രാഹിമി സ്വലാത്ത് നമ്മൾ ചൊല്ലലില്ല സാധാരണ. അത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ, അല്ലെങ്കിൽ സഖ്തിക വന്നാർ, രണ്ടും പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖ്തിക വന്നാർ. അല്ലാഹുവേ, എന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു, എന്റെ തൃപ്തി പൂർണ്ണമായിട്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു. എന്റെ കോപത്തിൽ നിന്നും കത്തിയാളുന്ന നരകത്തിൽ ഞാൻ എന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ. അതാണ് അതിന്റെ അർത്ഥം. സംഗതി ചെറിയ രണ്ട് കണ്ടൻസാണ്, അതിന്റെ അർത്ഥം വിശാലമാണ്. ആ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി കേട്ടോളേ, ആ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധമായ ഉംറ എന്ന അമല് പൂർത്തിയാവുന്നത് വരെ ചില സംഗതികൾ ആണിനും പാടില്ല, പെണ്ണിനും പാടില്ല. ഒരാൾ നിസ്കാരത്തിന് വേണ്ടി തക്ബീർ കെട്ടി വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി ഈ സമയത്ത് അടുക്കളയിൽ നിന്ന് കുടിക്കാരത്ത് വിളിക്കുന്നുണ്ട്, എനിക്ക് വിളിയാക്കാൻ പറ്റുമോ? വിളിയേൽക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? ഞാൻ നിസ്കാരത്തിലാണ്, എൻ്റെ റബ്ബുമായിട്ട് മുനാജാത്തിലാണ്. അങ്ങനെ ആ വിളിക്കലാണ് ഉത്തരം നൽകിയാൽ നിസ്കാരം എന്താവും? ബാത്തിലാവും. എന്നാൽ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടൂല ചില സംഗതികൾ. എല്ലാ സംഗതികളും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടൂല, അതിനപ്പുറമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കണേ, ചുറ്റി തുന്നപ്പെട്ട വസ്ത്രം ആണ് ധരിക്കാൻ പാടില്ല. അപ്പോ ഉസ്താദ് ഏതായി ചുറ്റി തുന്നപ്പെട്ട വസ്ത്രം? ആണ് സോക്സ് ഇടാൻ പാടില്ല, കുപ്പായ ഇടാൻ പാടില്ല, അടിവസ്ത്രങ്ങൾ ഇടാൻ പാടില്ല, ബനിയൻ ഇടാൻ പാടില്ല, ഫാൻസ് ഇടാൻ പാടില്ല, തല മറക്കാൻ പാടില്ല. ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെച്ചവൻ എന്ത് ചെയ്യാൻ പാടില്ല? തല മറക്കാൻ പാടില്ല. നിസ്കരിക്കുകയാണെങ്കിൽ തല മറക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ കൽപ്പനയാണ്, അധ്യാപനമാണ്. അതോടുകൂടെ തന്നെ താടിയിൽ നിന്നോ തലയിൽ നിന്നോ മുടിയൊന്നും കൊയ്യാൻ പാടില്ല. തലമുടികളിൽ നിന്നും രോമങ്ങളൊന്നും കൊയ്യാൻ പാടില്ല. ഒരു മുടി പോയാൽ 800 ഗ്രാം അരി കൊടുക്കണം. 2 മുടി പോയാൽ 1600 ഗ്രാം അരി കൊടുക്കണം. 3 മുടി പോയാൽ പൂർണ്ണമായ ഫിദിയ കൊടുക്കണം. മക്കയില്, നാട്ടിൽ കൊടുത്താൽ പോരാ, മക്കയിൽ കൊടുക്കണം. പെണ്ണിനെ അതുപോലെ തന്നെ ആണിനെ സംബന്ധിച്ചിടത്തോളം മടമ്പ് മറയുന്ന ഇപ്പൊ ഞാനിട്ട ഷൂ ഉണ്ടല്ലോ, ഈ ഷൂ പോലത്തെ ചെരുപ്പ് ഉംറയ്ക്ക് നിയ്യത്ത് വെച്ചാൽ ധരിക്കാൻ പാടില്ല. വിരലുകളുടെ തലപ്പും മടമ്പും എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും കാണണം. അപ്പൊ അതുകൊണ്ട് ഹവായി പറഞ്ഞ ചെരുപ്പുകൾ നമ്മൾ കരുതി വെക്കണം ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മുഖം എന്ന് പറയുന്ന ഭാഗം മറക്കാൻ പറ്റൂല. ഫേസ് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. എത്ര സൂഫിയുടെ ഭാര്യയായാലും ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെച്ചാൽ എന്ത് പാടില്ല? മുഖം മറക്കാൻ പാടില്ല. നാളത്തെ മഹ്ശറെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ തന്നെ കയ്യൊറ ധരിക്കാൻ പാടില്ല. സ്ത്രീ എന്ത് ചെയ്യാൻ പാടില്ല? കയ്യൊറ ധരിക്കാൻ പാടില്ല. നിങ്ങളുടെ തലമുടിയിൽ നിന്ന് ഒരു രോമവും എന്ത് ചെയ്യാൻ പാടില്ല? കൊഴിയാൻ പാടില്ല. നേരത്തെ പറഞ്ഞ അതേ നിബന്ധന നിങ്ങളെയും ബാധിക്കും. അപ്പൊ താത്താക്ക് ബേജാറിഞ്ഞിപ്പോ എന്താ കാട്ടുക? അപ്പൊ പാസ്പോർട്ട് തിരിച്ചു വാങ്ങണോ? അങ്ങനത്തെ ബേജാറൊന്നുമില്ല. സൂക്ഷിച്ചാൽ
എല്ലാം ഓക്കെ ആവും. അതോടുകൂടെ തന്നെ നിങ്ങളിപ്പോ 10-15 ദിവസം യാത്രക്ക് പോവുകയാണ്. ഈ യാത്രക്കിടയിൽ അഭേദ്യമായ ബന്ധായി, അത് ഹജ്ജിനെ കൂടുതൽ ബാധിക്കല്. ബന്ധായി കഴിഞ്ഞ ശേഷം മൂപ്പരെന്ത് പറഞ്ഞു, ഏതായാലും എനിക്കൊരു 18 വയസ്സായ മോളുണ്ട്. അപ്പൊ മറ്റാളെന്ത് പറഞ്ഞു, എനിക്കൊരു 16 വയസ്സായ മോളുണ്ട്. മറ്റോ പറഞ്ഞു എനിക്കൊരു 25 വയസ്സായ ചെറുപ്പക്കാരനുണ്ട്, ഒരു മോന്. നമുക്ക് തമ്മിൽ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം നടത്താൻ ആലോചിക്കാം. വിവാഹം പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്താൽ ഹറാമാണ്. സംഗതി നിസ്സാരാണത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ബന്ധവും ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പാടില്ല. 15 ദിവസത്തിനല്ല, ഇഹ്റാമിൽ പ്രവേശിച്ച് ആ അമല് പൂർത്തിയാവുന്നവരെ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ബന്ധങ്ങളൊന്നും പാടില്ല. ആണായാലും പെണ്ണായാലും സുഗന്ധം ഉള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധം ഉള്ള ഒന്നും, അത് ഏതോ ആവട്ടെ, അതൊന്നും ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ ഹറാമാണ്, ഇതൊക്കെ നിഷിദ്ധമാണ്. വേട്ടയാടാനും പാടില്ല. ഇപ്പൊ മക്കയില് മദീനയില് കൂടുതലും ജറാദ് വെട്ടുകിളികളെ കാണുന്നുണ്ട്, ആഹൃതമായി പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പൊ അതിനെ വേട്ടയാടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല. പ്രാക്കൾ ഇഷ്ടം പോലെ ഉണ്ട്, പ്രാവിനെ എന്ത് ചെയ്യാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല. അതൊക്കെ തെറ്റാണ്, കുറ്റമാണ്. അങ്ങനെ ചെയ്താൽ നഷ്ടപരിഹാരം മക്കയിൽ വേറെ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാം കഴിഞ്ഞു, നേരെ നമ്മൾ വിമാനത്തിലേക്ക് പോവാൻ. കേൾക്കണേ. ഇപ്പൊ ഇഹ്റാമിൽ പ്രവേശിച്ചു, ഇഹ്റാമിലാണ്, മറ്റ് സംഗതികളൊന്നും ഇനി പാടില്ല. നേരെ പോകുന്നു, വിമാനത്തിൽ കയറുന്നു, നമുക്ക് അനുവദിക്കപ്പെട്ട സീറ്റിൽ നമ്മൾ ഇരിക്കുന്നു. ഇൻഷാ അല്ലാഹ് 5.5 മണിക്കൂർ യാത്ര ചെയ്താൽ കിങ് മലിക് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിമാനം ഇറങ്ങുന്നു. നാട് മാറി, ഭാഷ മാറി, കാലാവസ്ഥ മാറി, എല്ലാം മാറി. പിന്നെ പൂർണ്ണമായിട്ടും അവിടുത്തെ നിയമങ്ങളോട് നമ്മൾ പൊരുത്തപ്പെടണം. അവിടെ ട്രാവൽസിനോ അമീറിനോ പ്രത്യേകിച്ച് ചെയ്യാൻ ഒന്നും ഇല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഏകദേശം 5-8 വർഷമായി ഇമിഗ്രേഷൻ നടപടികളൊക്കെ പെട്ടെന്ന് പൂർത്തിയാവാറുണ്ട്. കൂടുതൽ പ്രയാസങ്ങൾ വരാറില്ല. ഇപ്പോൾ അവിടുത്തെ മന്ദൂബുമാർ നമ്മളെ വന്ന് കൊണ്ടുപോകും, ബസ്സിൽ കയറ്റും, നമ്മുടെ വിസയുടെ കോപ്പി അവർ സ്കാൻ ചെയ്യും. അതൊക്കെ അതിൻ്റെ റൂൾസുകളിൽ പെട്ടതാണ്, അതിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പരിശുദ്ധമായ മക്കയിലേക്ക് യാത്ര പുറപ്പെടും. ഈ പുണ്യമായ മക്കയിലേക്ക് യാത്ര പുറപ്പെടുമ്പോഴും കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഉംറക്ക് നിയ്യത്ത് വെച്ചത് മുതൽ ഉംറയിൽ പരിശുദ്ധമായ കഅബാലയം നേരിട്ട് കാണുന്നത് വരെ മറ്റുള്ള എല്ലാ ദിക്റിനേക്കാളും നമുക്ക് ഉത്തമം ഏതാണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജബൽ അബീ ഖുബൈസിന് മുകളിൽ കയറി അള്ളാന്റെ ഖലീൽ ഇബ്രാഹിം വിളിച്ച വിളിക്കുത്തരം നൽകിയിട്ട് ആ വിശുദ്ധ ഗഹനത്തിലേക്ക് ഞാൻ വരുന്നത്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹ് നീ ഒരുവനാണ്, നീ ഏകനാണ്, നിനക്ക് ഒരാളും പങ്കുകാരനില്ല. ഖാലിഖായ റബ്ബേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വരുന്നു. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യൗതൂക റിജാല വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. പരിശുദ്ധമായ ജബൽ അബീ ഖുബൈസിന് മുകളിൽ കയറിയിട്ട് അള്ളാന്റെ ഖലീൽ വിളിച്ച വിളിക്കുത്തരം നൽകി. ആ വിളിക്കാരക്ക് ഉത്തരം നൽകി. എത്ര തവണ നൽകി, അത്ര തവണയും അവർ ആ മണ്ണിലെത്തുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവേ, ആ വിളിക്കുത്തരം നൽകി മരണം വരെ ആ മണ്ണിലെത്താൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കണ്ടാലും കൊതി തീരാത്ത മണ്ണാണ് പരിശുദ്ധ മക്ക. മസാബത്തൽ ലിന്നാസി വ അംന, അതിലെന്തോ ഒരു ആകർഷണീയതയുണ്ട് എന്ന് ഖുർആന്റെ ആയത്താണ്. എത്ര കണ്ടാലും പൂതി തീരൂല. നമ്മൾ ഒരു വെക്കേഷൻ അവധിയിൽ ഒരു സ്ഥലത്തേക്ക് പോവാൻ തീരുമാനിച്ചാൽ ആ സ്ഥലത്തേക്ക് മുമ്പ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ 1-2 ആൾ പറയും നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചൂടെ, ഒന്ന്
വേറെ സ്ഥലത്തേക്ക് പോയി കൂടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഗേഹത്തിലേക്ക് പോവാൻ തൗഫീഖ് കിട്ടിയ ഒരാളും തൽക്കാലം നമുക്ക് യാത്ര മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പോയി കൂടെ എന്ന് നമ്മൾ അറിവിൽ പറഞ്ഞിട്ടില്ല. ആ വിശുദ്ധമായ ഗേഹത്തിലേക്ക് മക്കയിലേക്കുള്ള യാത്രയിലായി ഇപ്പോൾ നമ്മളുള്ളത്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നമ്മൾ എന്ത് ചൊല്ലുന്നു? തൽബിയത്ത് അങ്ങനെ ചൊല്ലുന്നു. രണ്ട് ഭാഗത്തും പാറക്കൂട്ടങ്ങൾ കഥ പറയുന്ന, മരുഭൂമികൾ കഥ പറയുന്ന മണ്ണിലൂടെ അങ്ങനെ പോവുകയാണ്. ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റും, അതല്ലെങ്കിൽ ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ വിശുദ്ധമായ മക്കയിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ ഭാഗത്ത് ബസ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ആളുകൾ വന്ന് നമ്മുടെ ലഗേജ് ബാഗ് ബസ്സിന്റെ അടിയിൽ നിന്ന് താഴെ ഇറക്കി റൂമിലെത്തിക്കുകയോ റിസപ്ഷനിൽ വെക്കുകയോ ചെയ്യും. അവിടെ നിന്ന് ബന്ധപ്പെട്ട ആളുകൾ റൂമിന്റെ ചാർട്ട് തന്ന് അത് പ്രകാരം റൂമിൽ കയറി അല്പം വിശ്രമിച്ച് ഏത് സമയത്താണോ നമ്മൾ എത്തുന്നതെങ്കിൽ ആ സമയത്തുള്ള ഭക്ഷണവും കഴിച്ചിട്ട് അമീറിന്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് സമയം ഇപ്പോൾ ഇത്ര മണിയായി, 1 മണിക്കൂറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾ എല്ലാവരും താഴെ ഇറങ്ങണം. അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആ നിർദ്ദേശം പൂർണ്ണമായും ഏത് ഡേറ്റിൽ ഏത് ഉസ്താദിന്റെ കൂടെ പോവാണെങ്കിലും ചെയ്യുന്ന അമലൊക്കെ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഉസ്താദുമാർ നിർദ്ദേശപ്രകാരം എല്ലാവരും താഴെ ഇറങ്ങി. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോവണം. ഒന്നാമത്തെ നിയ്യത്ത് ഇന്നലെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വെച്ചതാണ്. ഇപ്പൊ നേരം വെളുത്തു. രണ്ടാമത്തെ അമലിന് വേണ്ടി പോവാണ്. എല്ലാവരും താഴെ ഇറങ്ങിയെന്ന് ഉറപ്പായാൽ എല്ലാവരെയും കൂട്ടി പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെത്തി അള്ളാഹിന്റെ ഹറമിന്റെ പ്രധാനപ്പെട്ട കമാനങ്ങൾ കാണുമ്പോ അല്ലാഹുമ്മ ഹദാ ഹറമുക വ അംനുക ഫഹദിനി അലന്നാർ, 4 ഭാഗങ്ങളിലും മലക്കുകളാൽ ബന്ധിപ്പിച്ച പരിശുദ്ധമായ ഹറമു, ആ പുണ്യമായ ഹറമിൽ ഇഹ്റാമിൽ നമ്മൾ പ്രവേശിച്ചു. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി, റൂം കിട്ടി, ഭക്ഷണം കഴിച്ച് ഇനി പുണ്യമായ കഅബ 5 നേരവും തിരിഞ്ഞു നിസ്കരിക്കുന്ന പരിശുദ്ധമായ ഭവനം, ആ ഭവനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ലബ്ബൈക്ക് ചൊല്ലിയിട്ട് എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അങ്ങനെ അൽഹംദുലില്ലാഹ് ഹറമിന്റെ തിരുമുറ്റത്ത് നമ്മൾ എത്തും. വെള്ള മാർബിൽ പതിച്ച വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ തിരുമുറ്റത്ത് നമ്മൾ എത്തുമ്പോ എല്ലാവരും ഒരുമിച്ച് അൽഹംദുലില്ലാഹ്. ഇപ്പൊ നമ്മൾ എവിടെയാണുള്ളത്? അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച അവന്റെ വിശുദ്ധമായ ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞ മണ്ണ്, വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ, എല്ലാറ്റിനും നിർഭയമുള്ള മണ്ണാണ് മക്ക. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞ മണ്ണാണ് പരിശുദ്ധ മക്ക. ആ മക്കയുടെ തിരുഹറമിന്റെ മുറ്റത്താണ് നമ്മൾ ഉള്ളത്. കണ്ണുകളിൽ നിറഞ്ഞൊഴുകിയിട്ട് പുണ്യമായ കഅബയിലേക്ക് നമ്മൾ പോവുകയാണ്. കഅബയിലേക്ക് പോകുമ്പോ എവിടെയാണ് കഅബ എന്ന് എത്തിപ്പാളി നോക്കാൻ പാടില്ല, അതബുകേടാണ്. തല താഴ്ത്തിപ്പിടിച്ച് വിനയാന്വിതനായി താഴ്മയോടുകൂടെ ഭയഭക്തിയോടുകൂടെ അള്ളാഹുവിന്റെ ഇഷ്ട ജനങ്ങളിൽ ഉൾപ്പെടുന്ന അടിമയായി താഴ്മയോടെ കഅബാലയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ആ കഅബാലയത്തിലേക്ക് നമ്മൾ എത്തി. പുണ്യമായ കഅബ ആദ്യമായി കാണുന്ന സമയത്ത് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ദുആക്ക് ഉടനെ ഉത്തരം കിട്ടുന്ന പ്രധാന സ്ഥലങ്ങള് സമയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കിതാബുകളിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു സമയവും ഒരു സ്ഥലവുമാണ് പുണ്യമായ കഅബ ആദ്യമായി കാണുന്ന സമയത്ത് കഅബയിലേക്ക് നോക്കിയിട്ട് എന്ത് ചോദിച്ചാലും ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിറം കണ്ണുകളോടെ വിനയാന്വിതനായ ഭക്തിയോടുകൂടെ കഅബയിലേക്ക് നോക്കി നിനക്കറിയാവുന്ന ഭാഷയിൽ ചോദിക്കുക,
എല്ലാ ഭാഷയും അറിയുന്ന റബ്ബുൽ ഇസ്സത്ത് അതിന് ഉത്തരം നൽകും. എന്നാലും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, കഅബാലയത്തിൽ ഒരാൾ എത്തി ആദ്യമായി എന്താ ചോദിക്കേണ്ടത്? അല്ലാഹുവേ, കഅബ കാണാനുള്ള തൗഫീഖ് നീ തന്നു, ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് ഞാൻ എന്തൊക്കെ നിന്നോട് ചോദിക്കുന്നുണ്ടോ അതിനൊക്കെ നീ എനിക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. അതിലെല്ലാം ഉൾപ്പെട്ടു. അതിൽ ഇനി എന്തൊക്കെ ചോദിക്കാൻ പോകുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്തു? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ നമ്മൾ കഅബന്റെ മുമ്പിലാണ്. അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ ഭവനം. ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുമ്പോൾ പോലും ആ കുട്ടിയെ നിർത്തുന്നതും ആ ബാങ്ക് കൊടുക്കുന്ന ആൾ തിരിയുന്നതും എങ്ങോട്ടാണ്? പിന്നെ കഅബയിലേക്കാണ്. ആ കുട്ടി ജനിച്ച് 7ന്റെ അന്ന് ഹഖീഖത്ത് സുന്നത്തുണ്ട്. ആ കുട്ടിക്ക് പേരിടൽ സുന്നത്തുണ്ട്, തലമുടി കളയൽ സുന്നത്തുണ്ട്. ആ അറുക്കുന്ന ഉരുവിനെ കിടത്തുന്നത് എങ്ങോട്ടാ? കഅബയിലേക്കാണ്. ആ കുട്ടി 7 വയസ്സായാൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. എങ്ങോട്ട് തിരിഞ്ഞിട്ട്? ആ കുട്ടി വളർന്നു വലുതായി അനുവദിക്കപ്പെട്ട ആയുസ് കഴിഞ്ഞാൽ ആ കുട്ടിയെ കിടത്തേണ്ടതും എങ്ങോട്ടാണ്? മരിച്ചാൽ ഒരു മനുഷ്യന്റെ മുഖം എങ്ങോട്ടാതിരിക്കേണ്ടത്? എല്ലാം കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് ഖബറിലേക്ക് വെച്ചാൽ പോലും മുഖം എങ്ങോട്ട് തിരിക്കണം? പുണ്യ കഅബയിലേക്ക് തിരിക്കണം. അത്രത്തോളം ഒരു മനുഷ്യനുമായി ബന്ധമുണ്ട് കഅബ. ആ പുണ്യ കഅബാലയത്തിലായി ഇപ്പൊ നമ്മൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് അതുവരെ ആണുങ്ങളൊക്കെ ഓലെ ഡ്രസ്സ് അങ്ങനെ ഇട്ടിട്ടുണ്ടാവുക. കാണണേ, ശരിക്ക് കാണണേ. ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവുക. കുളിച്ച് കഴിഞ്ഞ് തോർത്തുമുണ്ടൊക്കെ അവർ ഇട്ട് പോരൂലേ? എന്നാൽ ഇനി ചെറിയ ഒരു മാറ്റം ആണുങ്ങൾ രണ്ടാമത്തെ ഫർളായ തവാഫ് തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ തവാഫ് തുടങ്ങുന്ന സമയത്ത് ആണുങ്ങള് അവരെ ഇഹ്റാമിന്റെ വസ്ത്രം വലത്തെ ചുമര് വെളിവാക്കി ഇങ്ങനെ ഇടണം. ഇളിത്തിബായി എന്ന് പറയും, പൂനൂൽ ധരിക്കാന്നാ പറയാ. വലത്തെ ചുമര്. ചില ആൾക്കാർ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യും. അത് സുന്നത്തില്ല. മക്കയിലെത്തിയാലും സുന്നത്തില്ല. തവാഫ് തുടങ്ങുന്ന സമയത്തെ ഇങ്ങനെ ധരിക്കേണ്ടതുള്ളൂ. ഇൻഷാ അല്ലാഹ് നേരെ നമ്മൾ തവാഫ് തുടങ്ങാണ്. അപ്പോൾ ആ തവാഫ് തുടങ്ങുമ്പോ ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി അല്പം നമ്മൾ ബാക്കോട്ട് നിൽക്കും. നേരെ അടുത്തു പോയി നിൽക്കുമ്പോൾ തിരക്കിൽ മുന്നോട്ട് പോയാൽ തവാഫ് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് വിട്ട് കിടക്കും. കാരണം മഹാന്മാർ പഠിപ്പിക്കുന്നു, സൂക്ഷ്മതയ്ക്ക് വേണ്ടി അല്പം ബാക്കിൽ നിൽക്കുക. എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ തവാഫിന്റെ നിയ്യത്ത് വെച്ച് തരും. അത് സുന്നത്തേ ഉള്ളൂ. ഒരാള് മുത്തലക്കൻ സുന്നത്തായ തവാഫ് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിൽ നിയ്യത്ത് വെക്കണം. എന്നാൽ നേരത്തെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഉംറക്ക് നിയ്യത്ത് വെച്ചത് കൊണ്ട് ഇനി തവാഫിന് നിയ്യത്ത് ഫർളില്ല. എന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. ആ സുന്നത്തൊക്കെ പൂർണ്ണമായും എടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ പരിശ്രമിക്കും. അതുകൊണ്ട് എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും? തവാഫിന്റെ നിയ്യത്ത് വെച്ച് കൊടുക്കും. ആ തവാഫിൽ ചില ഷർത്തുകളുണ്ട്. ശരിക്കും മനസ്സിലാക്കണേ. നേരിട്ട് പോയിട്ടാണ് തവാഫ് ചെയ്യാൻ പറ്റൂല. ഒരാൾ തവാഫ് ചെയ്യുമ്പോൾ അശുദ്ധിയിൽ നിന്ന് അയാൾ ശുദ്ധിയായിരിക്കണം. വലിയ അശുദ്ധിയാവട്ടെ ചെറിയ അശുദ്ധിയാവട്ടെ അതിൽ നിന്ന് എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കുമ്പോൾ അശുദ്ധിയുള്ള പെണ്ണിന് എന്ത് ചെയ്യാം? നിയ്യത്ത് വെക്കാന്ന് പറഞ്ഞില്ലേ? എന്നാൽ തവാഫ് തുടങ്ങുമ്പോൾ എന്ത് വേണം? ശുദ്ധി നിർബന്ധമാണ്. 2, ഔറത്ത് മറക്കണം. അപ്പോ ഷാഫി മദ്ഹബിൽ പുക്കൾ ഭാഗം എന്ത് ചെയ്യണം? മറക്കണം നിസ്കാരത്തില്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? തവാഫിലും ഔറത്ത് മറക്കണം. 3-മത്തത് തുടക്കത്തിൽ തന്നെ നിയ്യത്ത് വെക്കണം. തവാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് വെച്ചാൽ പോരാ. തവാഫ് തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കണം.
ശരീരം മുഴുവനും കിബിലക്ക് പുറത്താക്കിയും കഅബയെ ഇടതുവശത്താക്കിയും തവാഫ് ചെയ്യണം. ശരിക്കും കേൾക്കണേ. പരിശുദ്ധമായ ഉംറയുടെ പ്രധാനപ്പെട്ട ഒരു അമല് ചെയ്യാൻ വേണ്ടി പോവാണ്. തടി കൊണ്ടാണ് ചെയ്യേണ്ടത്. അതോടുകൂടെ തന്നെ 7 തവണ ചുറ്റുകയും വേണം. എത്ര തവണ? പൂർണ്ണമായിട്ടും തവാഫ് എന്ന കരുത്ത് തന്നെ മനസ്സിൽ തവാഫ് ഇങ്ങനെ ചെയ്യാണ്. ആ സമയത്ത് ഉമ്മാനെ കാണാല്ല. ഉമ്മാനെ തെരഞ്ഞു പിടിക്കാൻ എന്ന നിയ്യത്തോടെ പോയാൽ എന്ത് ശരിയാവൂല? തവാഫ് ശരിയാവൂല. അപ്പൊ എന്താണ് തവാഫിന്റെ നിയ്യത്ത്? നവൈതു തവാഫൽ ഉംറത്തി സബ്അത അശ്വാത്തിൻ ലില്ലാഹി തആല. ഉംറയുടെ ഫർദായ തവാഫ് കഅബാലയത്തെ 7 തവണ അല്ലാഹു തആലാക്ക് വേണ്ടി വലയം ചെയ്യാൻ ഞാൻ കരുതി. നാവ് കൊണ്ട് പറയൽ സുന്നത്ത്, കൽബ് കൊണ്ട് കരുതൽ നിർബന്ധം. ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമല് ചെയ്ത് കാണിച്ചു തരും. രണ്ടാമത്തെ ഫർള് തവാഫ്. രണ്ടാമത്തെ ഫർള് ഒന്ന് എവിടുന്ന് വെച്ചു? എയർപോർട്ടിൽ നിന്ന് വെച്ചു. ഈ പരിശുദ്ധമായ കഅബാലയത്തിന്റെ തെക്ക് കിഴക്ക് മൂല ഇവിടെയാണ് എന്തുള്ളത്? ഹജറുൽ അസ്വദ് ഉള്ളത്. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാണ്, ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. ഇത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു. മനുഷ്യന്റെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു കളഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. സ്ഥിരമായിട്ട് ഒരാൾ കൈക്കോട്ട് പിടിക്കാണ്, മടാള് പിടിക്കാണ്, അയാളെ കയ്യിൽ എന്തുണ്ടാവും? തഴമ്പുണ്ടാവൂലേ? അതിന് പ്രത്യേക കറുത്ത പാടുണ്ടാവൂലേ? അപ്പോൾ തെറ്റ് ചെയ്ത മനുഷ്യന്മാരൊക്കെ അത് തൊടാനും മുത്താനും തുടങ്ങിയപ്പോ ആ തെറ്റിന്റെ ഭാരത്തിന്റെ കാഠിന്യം കൊണ്ട് അത് എന്ത് ചെയ്തു? കറുത്തുപോയി. അങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. നേരെ പുണ്യമായ കഅബയുടെ തെക്ക് കിഴക്ക് മൂല ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്നു. അതിന്റെ തൊട്ട് ബാക്കിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നിയത്ത് വെച്ചു തവാഫ് തുടങ്ങണം. എല്ലാവർക്കും ഒന്നുണ്ടല്ലോ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു മുടി പോലും കാണാൻ പാടില്ല. നിങ്ങളെ മുഖം എന്ന് പറയുന്ന ഭാഗം കഴിച്ച് ബാക്കി എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട്. ചില സ്ത്രീകള് ഇവിടെ മക്കനുണ്ടാവുക, അതെന്താവൂല? ശരിയാവൂല. പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ അറ്റം, ഇതാണ് താടിയെല്ല്. ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യണം? ശരിക്ക്. എന്നാലേ തവാഫ് ശരിയാവുള്ളൂ. തവാഫ് ശരിയായാലേ പിന്നെ സഅയ് ശരിയാവുള്ളൂ. സഅയ് ശരിയായാലേ മുടി മുറിക്കല് ശരിയാവുള്ളൂ. ഓരോന്നും ക്രമപ്രകാരം ചെയ്താലേ അമൽ എന്ത് ചെയ്യുള്ളൂ? ശരിയാവുള്ളൂ. നിയ്യത്ത് വെച്ചു, തവാഫിന് കഅബയിലെത്തി, തവാഫിന് നിയ്യത്ത് വെച്ചു. ഇൻഷാ അല്ലാഹ് ഈ തവാഫ് ചെയ്ത് കാണിച്ചു തരികയാണ്. ഇതിൽ ചെല്ലുന്ന ദിക്റൊന്നും നിർബന്ധമല്ല. ഒരാൾക്ക് ഒന്നും അറിഞ്ഞില്ലെങ്കിലും അയാളെ തടി കൊണ്ട് ചെയ്യൽ നിർബന്ധമാണ്. ഒന്നും ചൊല്ലിയില്ലെങ്കിലും അമലിനെ അത് ബാധിക്കൂല. നിസ്കരിക്കുന്ന ഒരാൾ പാത്യോദരം എന്താണ്? നിർബന്ധം അല്ലെ? എന്നാൽ ഹജ്ജിന്റെ അമലിലോ ഉംറയുടെ അമലിലോ നാവ് കൊണ്ട് ചൊല്ലൽ നിർബന്ധമായ ഒരു സംഗതിയും ശറയിൽ ഇല്ല. ഓക്കെ. അപ്പോ ഇടത്തെ ഭാഗമാണ് എങ്ങോട്ട്? കഅബയിലേക്ക്. മനുഷ്യന്റെ ഹൃദയം ഇടത്തെ ഭാഗത്താണ്. മുഴുവൻ പാപങ്ങളും ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത് എവിടെയാണ്? ചിപ്പ് ഹൃദയത്തിലാണ്. ആ ഹൃദയം മലിനമാണ്. വിശുദ്ധമായ കഅബ പരിശുദ്ധമാണ്. ആ പരിശുദ്ധമായ കഅബയിലേക്ക് നിന്റെ മലിനമായ ഹൃദയത്തെ ചേർത്തി വെച്ചുകൊണ്ടാണ് തവാഫ് നമ്മൾ തുടങ്ങുന്നത്. പറയുന്നത് മനസ്സിലാകണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് നേരെ തവാഫ് തുടങ്ങുമ്പോ സുന്നത്തുണ്ട് ആണിനും പെണ്ണിനും. എന്ത്? കൈ ഒന്ന് ഉയർത്തുക. എങ്ങോട്ട്? ഹജറുൽ അസ്വദിലേക്ക്. ആ കൈ ഉയർത്തുമ്പോൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങളുടെ പർദ്ദയുടെ കൈ ലൂസാണെങ്കിൽ ഉയർത്താൻ പാടില്ല. ഇത് ഔറത്തിൽപ്പെട്ടതാണ്.
തവാഫിൽ ഔറത്ത് മറയൽ നിർബന്ധമാണ്. കൈ ഉയർത്തൽ എന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. എന്തിനാണ് കൈ ഉയർത്തുന്നത്? ഞാൻ നിങ്ങളെ വീട്ടിലെത്തി, അല്ലെങ്കിൽ ഇവിടെ എത്തി, സ്റ്റേജിൽ കയറി നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ എന്തു പറഞ്ഞു? സലാം പറഞ്ഞു. അതുപോലെ അള്ളാന്റെ ഭവനത്തിലേക്ക് എത്തിയാൽ അള്ളാഹുവിനോട് സലാം പറയലാണ് ഏത്? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. അള്ളാന്റെ ഭവനമാണ് ഏത്? അള്ളാഹുവിന്റെ ഭവനമാണ് ഏത്? ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ശുദ്ധമായ ഗേഹം അള്ളാഹുവിന്റെ ഭവനമാണ്, ബൈത്തുള്ളയാണിത്. കോടിക്കണക്കിന് ആളുകളാണ് ഈ 10-22 ദിവസത്തിന്റെ ഉള്ളിൽ പുണ്യമായ ഹറമിൽ വന്ന് ഉംറ ചെയ്തു പോയത്. 1-2 ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് ആളുകൾ പുണ്യമായ കഅബയിൽ ഇപ്പോഴുണ്ട്. അല്ലാഹുവേ, ഒരു തവണയെങ്കിലും എത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. അവർ തവാഫ് തുടങ്ങാൻ കഅബനെ ഇടത്തെ ഭാഗത്ത് നേരെ നോക്കണേ. നമ്മൾ ഇടത്തെ ഭാഗമാണ് ഇതിലേക്ക് ചേർത്തി വെക്കുന്നത്, കഅബയിലേക്ക്. നേരെ നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ആ കൈ മുത്തുകയും വേണം. എത്ര അകലെയാണെങ്കിൽ പോലും ആ അകലെ നിന്ന് കൈ ചൂണ്ടി ആ കൈ എന്ത് ചെയ്യണം? മുത്തണം. കാരണം ഈ അജൽ അസ്വദിന് സംസാരിക്കുന്ന നാവും കാണാനുള്ള കണ്ണുമുണ്ടി എന്ന് മുഹമ്മദ് മുസ്തഫ. അതിനെ കണ്ടവരെ, അതിനെ തൊട്ടവരെ, അതിനെ മുത്തിയവരെ, അതിലേക്ക് കൈകൾ ചൂണ്ടിയവരെ നാളെ അത് റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയുമെന്ന് ഒരിക്കലും നാവ് കൊണ്ട് കള്ളം പറയാത്ത മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് നേരെ നോക്കണേ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. കയ്യിലാരെന്ന് മുത്തിക്കാണി. അല്ലാഹുമ്മ ഈമാനൻ ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സവാബ ശാകിരീൻ വനുസ്ലൽ മുഖറബീൻ വമുറാഫഖത്തൻ നബിയീൻ വയഖീന സ്വാദിഖീൻ വദില്ലത്തൽ മുത്തഖീൻ വതതവഫാനാ അലാ ദാലിക യാ അർഹമർ റഹീമീൻ. اللهم إن هذا البيت بيتك والحرم حرمك والأمن أمنك وهذا مقام العاهد بك من النار فهدم لحومنا وبشرتنا على النار. اللهم إنا نعوذ بك من الشك والشرك والنفاق والشقاق وسوء الأخلاق وسوء المنظر في الأهل والمال والولد. اللهم أظلنا في ظل عرشك واسقنا بكأس نبيك محمد شربة هنية مرية لا نظمأ بعدها أبدا. اللهم إنا نسألك الراحة عند الموت والعفو عند الحساب. اللهم اجعل عمرتنا عمرة مقبولة وذنبا مغفورا وسعيا مشكورا وعملا صالحا مقبولا وتجارة لن تبور يا عزيز يا غفار. سبحان الله والحمد لله ولا إله إلا الله والله أكبر. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم إنا نسألك العفو والعافية في الدين والدنيا والآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇത് തവാഫിനിടയിൽ ചൊല്ലുന്ന ദിക്റുകള് കൂടെയുള്ള ഉസ്താദ് ചൊല്ലിത്തരും. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടാവും, അതിൽ നോക്കി ചെല്ലാം. ഒന്നും ചൊല്ലിയില്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും അമലിനെ ബാധിക്കില്ല. പക്ഷേ തവാഫ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കഅബയിലേക്ക് ഇതുപോലെ തിരിയാൻ പാടില്ല. ഒരാളിങ്ങനെ തവാഫ് ചെയ്തു, ഈ സമയത്ത് എന്ത് ചെയ്തു? അയാളിങ്ങനെ തിരിഞ്ഞു. എന്നാൽ ബേക്കോട്ട് മെല്ലെ വരാൻ പറ്റുമെങ്കിൽ ബേക്കോട്ട് നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും ആ തവാഫ് പൂർത്തിയാക്കുക. വല്ല കാരണവശാലും പോലീസ് ബ്ലോക്ക് ചെയ്തു, ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ സംഭവിക്കാം. നിസ്കാര സമയം തവാഫിലുണ്ടെങ്കിൽ പോലീസ് പെട്ടെന്ന് എന്ത് ചെയ്യും?
കയറ് കെട്ടി പെണ്ണുങ്ങളെ ബാക്കോട്ടാക്കും, ആണുങ്ങളെ കുറച്ച് സ്റ്റെപ്പ് കെട്ടാൻ വേണ്ടി പറയും. ഈ സമയത്ത് എന്ത് ചെയ്യണം? എവിടെയാണോ നമ്മൾ തവാഫ് അവസാനിച്ചത് അവിടെ നിൽക്കുക. എന്നിട്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ച് ബാക്കിക്ക് നിൽക്കുക. പിന്നെ വീണ്ടും എന്ത് ചെയ്യുക? അത് പൂർത്തിയാക്കുക. അവിടെ ഒരു വസ്വാസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും ഇവിടുന്ന് തുടങ്ങുക. ഇതൊക്കെ 2 ദിവസം കൊണ്ട് നിങ്ങൾ പരിചയപ്പെടും. പിന്നെ ഒറ്റക്ക് പോവും. അങ്ങനെ ഒറ്റക്ക് സുന്നത്തായ തവാഫ് ചെയ്യും. ഈ തവാഫൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അമീർ ഉണ്ടായിക്കോളുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും. തവാഫിനിടയിൽ ഒരു കാരണവശാലും കഅബ തൊടാനോ കഅബ മുത്താനോ പോകാൻ പാടില്ല. കാരണം അതിൽ അധിക സമയങ്ങളിലും സുഗന്ധം പൂശുന്നുണ്ട്. ആ സുഗന്ധം എവിടെ ആവാൻ സാധ്യതയുണ്ട്? നമ്മുടെ കയ്യിലും വസ്ത്രത്തിലും. അങ്ങനെ ആയാൽ ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന സംഗതിയിൽപ്പെട്ട ഒന്നാണ് എന്ത്? സുഗന്ധം. ഓക്കെ, അങ്ങനെ എത്ര തവണ പരിശുദ്ധമായ കഅബ നിങ്ങൾ തവാഫ് ചെയ്യേണ്ടത്? 7 തവണയാണ്. അതിന് മഹാന്മാർ പറയുന്നത്, നിങ്ങൾ ദിവസവും 17 തവണ ഓതുന്ന പരിശുദ്ധമായ ഖുർആനിലെ പ്രധാനപ്പെട്ട സൂറത്താണ് ഏത്? ആ ഫാത്തിഹയിലെ ആയത്തുകളെ എണ്ണം 7. ഒരു കുട്ടി ജനിച്ചാൽ അഖീഖത്ത് എപ്പോഴാ സുന്നത്ത്? നിസ്കാരം കൽപ്പിക്കേണ്ട എപ്പോഴാണ്? 7. നമ്മൾ നിസ്കരിക്കുമ്പോൾ സുജൂദിൽ വെക്കുന്ന അവയവങ്ങൾ എണ്ണ എത്രയാണ്? 7. അതുപോലെ തന്നെ 7 ആകാശമാണ്, 7 ഭൂമിയാണ്, സഫ മർവ 7, ജംറകളിൽ എറിയൽ 7. ഇങ്ങനെയൊക്കെ കണക്ക് പറഞ്ഞിട്ട് മഹാന്മാർ പറയുന്നു, എൻ്റെ പുണ്യമായ കഅബ നിങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ എത്ര തവണ? കാരണം ഒരു മനുഷ്യന്റെ പ്രധാന ലക്ഷ്യം സ്വർഗപ്രവേശനവും നരകമോചനവുമാണ്. നരകത്തിന് 7 കവാടമാണ്. ആ 7 കവാടത്തിൽ നിന്നും ഈ 7 തവാഫ് നിങ്ങൾക്ക് രക്ഷയാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണു? 7 തവണ. ഈ 7 തവണ ചെയ്യുന്ന സമയത്ത് സംശയം വന്നു, 6 7 അങ്ങനെ വന്നാൽ 6-ൽ പിടിക്കാം. എന്നിട്ട് പിന്നെ ഇവിടെ എത്തിയിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യാം? 7 8 സംശയിച്ചു. എന്നാൽ 7 എന്ത് ചെയ്തു? കാരണം അവിടെയും മറ്റാൾ പിന്നാലെ ഓടും ചിലപ്പോൾ. അപ്പൊ വസ്വാസ് കൊണ്ട് എന്ത് ചെയ്യും? പ്രയാസപ്പെടുത്തും. അമലിനിടയിൽ വസ്വാസ് വന്നാൽ കൂടെയുള്ള ആൾ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടും. അപ്പൊ അതുകൊണ്ട് ഒരു കൽബിന്റെ ഉറപ്പെന്തുവാണ് നമുക്ക് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് 7 തവണ തവാഫ് പൂർത്തിയായി എന്ന് ഉറപ്പായാൽ അടുത്തത് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. കേൾക്കുന്നുണ്ട് മക്കളെ? 7 തവണ തവാഫ് പൂർത്തിയായാൽ, സുന്നത്തായ തവാഫാവട്ടെ, നേർച്ചയായ തവാഫാവട്ടെ, ഉംറയുടെ തവാഫാവട്ടെ, മുത്തലക്കൻ തവാഫാവട്ടെ, ഏത് തവാഫിന്റെ ശേഷവും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. എവിടെ? ഈ വിശുദ്ധമായ കഅബയുടെ വാതിലിൽ നിന്ന് 24 മുഴം അകലെ ഒരു പ്രത്യേക കൂടാരത്തിൽ ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞ കല്ല് കാണാം. അതിന്റെ ബാക്കില് ദുആക്ക് ഉത്തരമുണ്ട്. അവർ നിസ്കരിക്കാൻ പറ്റിയാൽ ഉത്തമം. ഇനി അതല്ല, പോലീസ് അവിടെയൊക്കെ തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏത് സ്ഥലത്തോട്ട് നിസ്കരിച്ചാൽ എന്ത് കിട്ടും? ആ കൂലി. എന്താ നിയ്യത്ത്? തവാഫിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ അവിടെയും 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ വല്ലാഹു അഹദ്. എന്നിട്ട് ആ കഅബയുടെ മുമ്പിൽ നിഷ്കളങ്കമായി ദ്വാരക്കാം. തവാഫ് കഴിഞ്ഞു. ഈ പുണ്യമായ ശരീരം കഅബയിലേക്ക് വലയം ചെയ്തു. എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്തു. എല്ലാ റബ്ബിനോട് ഹൃദയം തുറന്ന് ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ റബ്ബ് ഉത്തരം നൽകുന്നത് തീർച്ചയാണ്. ഇങ്ങനെ ഒരു തൗഫീഖ്, ഇങ്ങനെ ഒരു സൗഭാഗ്യം ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അൽഹംദുലില്ലാഹ്. എന്റെ ഭവനത്തിന്റെ മുമ്പിലാണ് എല്ലാ മലക്കുകളും വന്നുപോയ മണ്ണ്, എല്ലാ അമ്പിയാക്കന്മാരും കാലുകുത്തിയ മണ്ണ്, എല്ലാ സ്വാലിഹീങ്ങളും വന്നുപോയ മണ്ണ്. ഈ മണ്ണിലാണ് ഒന്നിനും കൊള്ളാത്ത ഈ പാപി വന്നിട്ടുള്ളത് പടച്ചോനെ. അതുകൊണ്ട് കഅബ നോക്കി കഅബയുടെ മുമ്പിൽ ഞാൻ എന്നോട് യാചിക്കുന്നു, എനിക്ക് നീ പുറത്തു കൊണ്ടല്ലാ. കാരണം ശുദ്ധ റമളാനിലാണ്. പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ആ ശുദ്ധ മനസ്സോടെയാണ് നമ്മൾ കഅബയിലേക്ക് എത്തുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ആ നിസ്കാര ശേഷം നന്നായിട്ട് ദുആ ചെയ്തിട്ട് പരിശുദ്ധമായ സഫ മർവയിലേക്ക് പോകുന്നതിനിടയിൽ പുണ്യമായ സംസം നിങ്ങൾക്ക് അവിടെ ഇഷ്ടം പോലെ കിട്ടും ഇൻഷാ അല്ലാഹ്. ആ സംസം
വയറ് നിറയെ കുടിക്കാം. ഒരാൾക്ക് സംസം കുടിക്കാൻ ഭാഗ്യം കിട്ടി, വയറ് നിറച്ച് കുടിക്കാൻ ഭാഗ്യം കിട്ടി, അവൻ വയറ് നിറച്ച് കുടിച്ചില്ലെങ്കിൽ അവന്റെ കൽബിൽ നിഫാഖ് കാപട്യമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ബാക്കി എന്ത് നിങ്ങൾ കിട്ടിയാലും ഒരു ഭാഗം എന്ത് ചെയ്യണം? നിങ്ങൾ ഒഴിവാക്കിയിടണം. ആ ഇസ്ലാമിന്റെ അധ്യാപനം. എന്നാൽ സംസം നിങ്ങൾ കുടിക്കാൻ കിട്ടിയാൽ എന്ത് ചെയ്യണം? വയറ്. കാരണം ആ സംസം എല്ലാത്തിനും ശിഫയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ വശിഫാഅൻ മിൻ കുല്ലി ദാ എന്ന് മുഹമ്മദ് മുസ്തഫ. അത് പ്രത്യേകം ചൊല്ലൽ എന്തുണ്ട്? അതൊന്നും അറിയില്ലെങ്കിലും എല്ലാ ഭാഷയും അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ, ആ കഅബയുടെ മുന്നിൽ ഇരുന്ന് കുടിക്കണം. പലപ്പോഴും ആളുകളൊക്കെ നിന്ന് കുടിക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യാം? ഇരുന്നിട്ട് ബിസ്മി ചൊല്ലി ഒരു മുറുക്ക് കുടിക്കുക, എടുക്കുക, അൽഹംദുലില്ലാ പറയാം, വീണ്ടും ബിസ്മി ചൊല്ലുക, കുടിക്കുക, എടുക്കുക, അൽഹംദുലില്ലാ പറയാം, വീണ്ടും ബിസ്മി ചൊല്ലുക, കുടിക്കുക, അൽഹംദുലില്ലാ പറയാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 3 ബിസ്മിയും 3 അൽഹംദുലില്ലാ. അത് മതി. ഈ പ്രായം കൂടിയ ആളുകളൊക്കെ, നേരത്തെ നമ്മുടെ സഹാറയുടെ പാർട്ണർ ജാബിർ പറഞ്ഞില്ലേ, 9.5 കിലോമീറ്റർ എങ്ങനെ നടക്കുന്നത്? ഈ സംസമിന്റെ കഴിവുകൊണ്ടാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാറിലും ഓട്ടോയിലും പോകുന്ന ഉമ്മയും അമ്മായിമ്മയുമാണ് എന്ത് ചെയ്യണത്? ഈ സഫാ മർവ 3.95 മീറ്റർ ഒരാളെ സഹായം കൂടാതെ വിട്ടുകിടക്കുന്നത്. എന്തിന്റെ കുതിർത്തുകൊണ്ടാണ്? സംസമിന്റെ കുതിർത്തുകൊണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ സംസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യജമാനായ റബ്ബ് കൊടുത്ത ഒരു കുഞ്ഞുണ്ട് അല്ലേ? എന്താ കുഞ്ഞിന്റെ പേര്? ഇസ്മായിൽ. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു ഫൻദുർ മാദാ തറാ ഖാല യാ ബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാഅല്ലാഹു മിനസ് സാബിരീൻ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യജമാനായ റബ്ബ് കൊടുത്ത കുഞ്ഞു പൈതൽ ഇസ്മായിൽ. ആ കുഞ്ഞു പൈതലിനെ ഹാജറ ഏൽപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വാപ്പ ഇബ്രാഹിം 1500-200 കിലോമീറ്റർ അകലെയുള്ള പലസ്തീനിലേക്ക് പോകുന്ന സമയത്ത് ഹാജറ ഉമ്മ ചോദിക്കുന്നത് അതല്ല, നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണോ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പോവുകയാണോ? പ്രിയപ്പെട്ട വാപ്പാക്ക് ഹാജറ ഉമ്മയോട് സങ്കടം കൊണ്ട് പറയാൻ കഴിയുന്നില്ല. തലകൊണ്ടാങ്കി കാണിച്ചു എന്ന നമ്മളെ മക്കളൊക്കെ വിദേശത്തേക്ക് പോകുമ്പോൾ ചെറിയ മക്കൾ മുന്നിലുണ്ടാവും. അവരെ മുഖത്തേക്ക് നോക്കി ആർക്കാ മനസ്സനുവദിക്കൂല. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ സങ്കടം അതിൽ ഒതുക്കും. എന്നതുപോലെ പ്രിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ഉമ്മയോട് നോക്കിയിട്ട് പറഞ്ഞു പോവുകയാണ് എന്ന് കൈകൊണ്ടാങ്കി കാണിച്ചു പലസ്തീനിലേക്ക് പോയി. വഹുവേ, ഇന്ന് പലസ്തീന്റെ അവസ്ഥ ഭയാനകമാണ്, ഭീകരമാണ്. കുഞ്ഞു റമദാനിൽ പോലും എത്രയോ കുഞ്ഞുങ്ങൾ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ്. അല്ലാഹുവേ, അവർക്ക് നീ മോചനം കൊടുക്കണേ അല്ലാ, അവർക്ക് നീ രക്ഷ കൊടുക്കണേ അല്ലാ, അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, കൊല്ലപ്പെട്ടവർക്ക് ശുഹദാക്കളെ പദവി കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ പരിശുദ്ധമായ സഫാ മർവയിൽ നമ്മൾ എന്ത് ചെയ്യണം? സഈ ചെയ്യണം. മസ്ആ എന്ന് പറയാം, സഈ ചെയ്യുന്ന സ്ഥലം. അത് എവിടുന്നെങ്കിലും ചെയ്താൽ പോരാ. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത വഅതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ 2 സ്ഥലമാണ് ഏത്? സഫയും മർവയും. 2 കുന്നുകളാണ്. ഒരു കുന്നിൽ നിന്ന് അടുത്ത ഒരു കുന്നിലേക്ക് ഒരു പെണ്ണ് ഓടുകയാണ്. കൂടെ ആരുമില്ല. എത്രത്തോളം എന്നാൽ പച്ച പുല്ല് പോലും മുളക്കാത്ത മണ്ണാ മക്ക, പറവകൾ പോലും പറന്നകലാത്ത മണ്ണാ മക്ക. ആ മക്കയുടെ മണ്ണിലാണ് കുഞ്ഞിനെ തനിച്ചാക്കിയിട്ട് ഇബ്രാഹിം പലസ്തീനിലേക്ക് പോകുന്നത്. ആകെയുള്ളത് പോകുമ്പോൾ കൊടുത്ത അല്പം കാരക്കയും വെള്ളവുമല്ലാതെ മൂന്നാമതായി ഒന്നില്ല, സഹായത്തിനാരുമില്ല. അങ്ങനെ വല്ല യാത്രക്കാരും പോകുന്നുണ്ടെങ്കിലും ആ യാത്രക്കാരെ കയ്യിൽ നിന്ന് അല്പം വെള്ളം വാങ്ങിയിട്ട് കുഞ്ഞിന് കൊടുക്കണം. അതിനു വേണ്ടി ഓടുകയാണ് സഫയിൽ നിന്ന് മറുവയിലേക്ക്.
മറുവയിലെത്തി 4 ഭാഗത്തേക്ക് നോക്കും, ഒരാളെയും കാണുന്നില്ല. വീണ്ടും പ്രതീക്ഷയോടെ സഫയിലേക്ക്, വീണ്ടും മറുവയിലേക്ക്. അങ്ങനെ 7ാമത്തെ തവണ മറുവയിലെത്തിയിട്ട് സഫയിലേക്ക് നോക്കുമ്പോൾ കുട്ടിയെ കിടത്തിയ ഭാഗത്തുണ്ട് വെള്ളം ഉറവയൊലിക്കുന്നു. ഓടി വന്നുകൊണ്ട് കുഞ്ഞിനെ മാറോട് ചേർത്തിയിട്ട് ആ സംസം ഒഴുകുന്ന ഭാഗം തടാകം പോലെ കെട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഹാജറ കുടിക്കുന്നു, കുഞ്ഞിന് കൊടുക്കുന്നു. അതാണ് പിന്നീട് ലോകത്ത് അത്ഭുതമായി മാറിയ സംസം. പരിശുദ്ധമായ മറുവയിൽ നിന്ന് സഫയിലേക്ക് നോക്കുമ്പോ ആ കുഞ്ഞിനെ കിടത്തിയ ഭാഗത്ത് വെള്ളം ഉറവയൊടുക്കുന്നു. ഓടി വന്നുകൊണ്ട് കുഞ്ഞിനെ മാറോട് ചേർത്തിട്ട് ഹാജറ ഉമ്മ ബിസ്മി ചൊല്ലി സംസം കുടിക്കുകയാണ്. അതാണ് പിന്നീട് ലോകത്ത് അത്ഭുത വെള്ളമായി മാറിയത്. ഹൗദിൽ കൗസറിനേക്കാളും പവിത്രത സംസമിനുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. മക്കയിലെത്തി കഅബ കണ്ട് വയറ് നിറച്ച് കുടിക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ആ സഫ മറുവയിൽ 7 തവണ എന്ത് ചെയ്യണം? നമ്മൾ സഅയ് ചെയ്യണം. പൂർണ്ണമായിട്ടും സഫ മറുവ വിട്ട് കിടക്കണം. ഒരാളെ കാണാതെയായി അയാളെ കാണാൻ വേണ്ടി അങ്ങനെ നടക്കാൻ പറ്റൂല. ആ നടത്തം ആളെ തെരഞ്ഞു നടക്കലാണ്, സഅയ് ചെയ്യലല്ല. അപ്പൊ അതുകൊണ്ട് നിയത്ത് തന്നെ ആവണം, പൂർണ്ണമായിട്ട് സഫ മറുവ ഞാൻ വിട്ട് കിടക്കുന്നു. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇവിടെ നീല ലൈറ്റ് അല്ലേ, അവിടെ പച്ച ലൈറ്റ് കാണാം. ആ പച്ച ലൈറ്റ് തുടക്കം മുതൽ അവസാനം വരെ ആണുങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് അല്പം ഉളരി നടക്കുക, അല്പം എന്ത് ചെയ്യാം? വേഗത കൂട്ടി. പെണ്ണുങ്ങൾക്ക് എന്തില്ല, നിങ്ങൾക്ക് വേണ്ടി ആരോടിയിട്ടുണ്ട്? ഹാജറ ബീവി നാളെ സ്വർഗത്തിൽ വെച്ച് കാണുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 7ാമത്തെ തവണ മറുവയിലെത്തിക്കഴിഞ്ഞാൽ എന്ത് പൂർത്തിയായി? സഅയ് പൂർത്തിയായി. ഇനി ഒന്ന് ബാക്കിയുണ്ട്. ഏതാണ്? ആണായാലും പെണ്ണായാലും എന്ത് ചെയ്യണം? മുടി കളയൽ അഫ്ളൽ ആണുങ്ങൾക്ക്, മുടി മുറിക്കലാണ് പെണ്ണുങ്ങൾക്ക് എന്ത്? കളയൽ നിങ്ങൾക്ക് ഹറാമാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ ഉംറ ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനത്തെ ഉംറയിലാണ് എന്ത് ചെയ്യേണ്ടത്? കളയേണ്ടത്. അതുവരെ എന്ത് ചെയ്താൽ മതി? 3 ഭാഗത്തുനിന്നായിട്ട് വെട്ടിയാൽ മതി. വെട്ടുന്ന സമയത്ത് എന്ത് സുന്നത്തുണ്ട്? ഉംറയിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നു. നിങ്ങൾ ഹറമാണ്, സംഗതി മുടി മുറിക്കലൊക്കെ മറുവയിലാണ് സുന്നത്തെങ്കിലും ആയിരക്കണക്കിന് ക്യാമറകളും ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ആ പുണ്യഭൂമിയിൽ നിങ്ങൾ ഔറത്ത് മറ്റൊരാൾ കാണാൻ ഇടവരാൻ പാടില്ല. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് മുടി മുറിച്ച് കടലാസിൽ പൊതിഞ്ഞ് ആരും കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം? അത് നിക്ഷേപിക്കണം. ചില സ്ത്രീകളൊക്കെ മുടി മുറിച്ച് ക്ലോസറ്റിലിട്ട് പ്രസ് ചെയ്ത് കളയും. അത് കറാഹത്താണ്. അങ്ങനെ പലപ്പോഴും മക്കയിലൊക്കെ ചെയ്യാറുണ്ട്. അതെന്താണ്? കറാഹത്താണ്, പാടില്ല. ഇൻഷാ അല്ലാഹ് അതോടുകൂടെ എന്തായി? ഒരു ഉംറ അൽഹംദുലില്ലാഹ് പറഞ്ഞാണ്. കോഴിക്കോട് എയർപോർട്ട് നിയ്യത്ത് വെച്ചു, പരിശുദ്ധമായ കഅബയിലെത്തി നിറം കണ്ണുകളോടെ കഅബ കണ്ട് കഅബ 7 തവണ തവാഫ് ചെയ്തു. അതിന്റെ ശേഷം സഫാ മറുവയിൽ സഅയ് ചെയ്തു, മുടി മുറിച്ചു. 5ാമത്തെ തർത്തീബ്. ഇതൊക്കെ ക്രമപ്രകാരം എന്ത് ചെയ്യണം? ഒരാൾ നിയ്യത്ത് വെച്ച് നേരെ സഅയ് ചെയ്തു, പിന്നെ തവാഫ് ചെയ്താൽ പോരാ. നിയ്യത്ത്, തവാഫ്, സഅയ്, മുടി കളയുകയോ മുറിക്കുകയോ ഇതൊക്കെ വഴിക്ക് വഴിയായി ചെയ്യാം. ഇൻഷാ അല്ലാഹ് അന്ന് എല്ലാവരും കൂട്ടി നേരെ റൂമിലേക്ക് തിരിച്ചു പോയി. പൂർണ്ണമായ വിശ്രമം നമുക്ക് അനുവദനീയമാണ്. ഇന്നലെ തുടങ്ങിയ യാത്രയാണ്. ഷുഗർ ഉള്ളവരുണ്ടാവും, പ്രമേഹമുള്ളവരുണ്ടാകും, രോഗികളുണ്ടാകും, കൃത്യമായി മരുന്ന് കുടിക്കുന്നവരുണ്ടാവും. എല്ലാവരെയും ഒരുപോലെ കാണണം. ആര്? നിങ്ങളെ കൊണ്ട് നടക്കുന്ന അമീർ. അത് നിർബന്ധം. അപ്പൊ അതുകൊണ്ട് അന്ന് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും? അതിനിടയിൽ ഇൻഷാ അല്ലാഹ് നിസ്കാര കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതാത് സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ പോവും, നിസ്കരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ബാക്കി തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് തന്ന ഷെഡ്യൂൾ പ്രകാരം ഓരോ സംഗതികൾ നമ്മൾ എന്ത് ചെയ്യും? പൂർത്തിയാക്കും. 9 ദിവസമോ 10 ദിവസമോ നമ്മൾ എവിടെ ഉണ്ടാവും? മക്കയിൽ ഉണ്ടാവും. ഇതിനിടയിൽ ദുആക്ക് ഇജാബത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എവിടെയുണ്ട്? പുണ്യ മത്താഫിൽ, കഅബയിലും കഅബയുടെ ചാരത്തുമുണ്ട്. ഒരു ദിവസം ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി കഅബന്റെ അടുത്ത് കൊണ്ടുവന്ന്
എല്ലാം മനസ്സിലാക്കി തരും. അതിൽ ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സ്ഥലം മുൽതസം എന്ന് പറയുന്ന ഈ സ്ഥലമാണ്. മക്കളെ കാണണ്ടോ? കഅബയുടെ വാതില് അദൽ അസ്വദ്, ഇതിന്റെ ഇടയിൽ കറുത്ത തുണി ഉണ്ടാവൂല, ഇവിടെ കല്ലുണ്ടാവുക, കഅബന്റെ കല്ല്. അവിടെ വലത്തെ ഭാഗം കഅബയുടെ വാതിലിലേക്ക്, ഇടത്തെ ഭാഗം അദൽ അസ്വദിലേക്ക് നെഞ്ഞി അങ്ങോട്ട് ചേർത്തി വെക്കുക, ഈ പുണ്യ കഅബയുടെ കല്ലിലേക്ക്. അങ്ങനെ ചേർത്തി വെച്ച് എന്ത് ചോദിച്ചാൽ എന്തുണ്ട്? ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ആകാശലോകത്തിൽ നിന്ന് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ വെള്ള പതാകയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആദ്യമായി നിൽക്കുന്ന സ്ഥലം മുൽതസമ. ഇത് ഒന്നാം സ്ഥാനം, കഅബന്റെ വാതില്. അതോടുകൂടെ തന്നെ അദൽ അസ്വദ്, റുക്നുൽ യമാനി, അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല സ്വർണ്ണപ്പാത്തി. ഇതിന്റെ ഉള്ളിലാണ് ഹാജറ ബീവി കിടക്കുന്നത്, ഇതിന്റെ ഉള്ളിലാണ് ഇസ്മായിൽ നബി കിടക്കുന്നത്. രണ്ടാള് ഈ ഖബർ ഇതിന്റെ ഉള്ളിലാണ്. ഹത്തീം എന്നാണ് ഇതിന്റെ പേര്. ഇത് കഅബാലയത്തിന്റെ ഉള്ളാണ്. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, മുത്തുനബിയെ, നിങ്ങളൊക്കെ കഅബന്റെ വാതിൽ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുന്നില്ലേ? പെണ്ണുങ്ങളാ, ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊന്ന് കഅബന്റെ ഉള്ളിൽ കയറണം, അനുവദിക്കുമോ? ആ സമയത്ത് പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ചിട്ട് ലോകത്തിന്റെ മുത്ത് കാരുണ്യത്തിന്റെ കളി മുഹമ്മദ് മുസ്തഫ നേരെ വന്നു. ഇസ്മായിൽ കയറി ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് മഹദിയോട് നിസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറി ആരെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചാൽ കഅബാലയത്തിന്റെ വാതിൽ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ച അതേ കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർണ്ണപ്പാത്തിയാണ്. ഇതിന്റെ നേരെ താഴെ നിന്ന് എന്ത് ചോദിച്ചാൽ എന്തുണ്ട്? എന്റെ 3ാമത്തെ കുട്ടിയുടെ പേര് ഇസ്മായില. 2ാമത്തെ കുട്ടി കഴിഞ്ഞ് 3ാമത്തെ കുട്ടിക്ക് 5 വർഷത്തെ കാലാവധി വന്നു. ശുദ്ധമായ ഹജ്ജിന് പോയി. ഈ ഇതിന്റെ ഉള്ളിൽ കയറി സ്വർണ്ണപ്പാത്തിയുടെ താഴെ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിന്റെ ചാരത്ത് ഞാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ആൺകുട്ടിയെ നീ തരികയാണെങ്കിൽ എന്റെ കുഞ്ഞിന്റെ പേര് ഇസ്മായിൽ എന്നായിരിക്കും. അൽഹംദുലില്ലാഹ് റബ്ബ് തന്നു. 3ാമത്തെ പൊന്നുമോൻ ഇന്ന് ഇസ്മായിൽ 7 വയസ്സ് കഴിഞ്ഞു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ സ്വർണ്ണപ്പാത്തിയുടെ താഴെ ഇൻഷാ അല്ലാഹ് ഇതിൽ കയറാനൊക്കെ അവസരം നമ്മൾ ഉണ്ടാക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ ഈ വാതിൽ നിന്ന് 24 മുഴം അകലെ മഖാം ഇബ്രാഹിം, അതിന് പിന്നിൽ. അതുപോലെ തന്നെ തവാഫ് തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അങ്ങകലെ ഒരു പച്ച ലൈറ്റ് കാണും. അതിന്റെ തൊട്ട് മുന്നിലാണ് സംസം കിണർ. അവിടെയും എന്തുണ്ട്? ദുആക്ക് ഇജാബത്തുണ്ട്. പിന്നെ പരിശുദ്ധമായ ഉംറയുടെ പ്രധാന കർമ്മത്തിൽപ്പെട്ട ഒന്ന് സഈ, സഫ, മർവ. ഇങ്ങനെ 8 സ്ഥലങ്ങൾ ദുആക്ക് ഇജാബത്ത് എവിടെയുണ്ട്? മത്താഫിലും അതിന്റെ പരിസരങ്ങളിൽ. ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ 10ാമത്തെ ദിവസമോ 11ാമത്തെ ദിവസമോ പുണ്യമായ കഅബാലയത്തിന്റെ അടുത്ത് വന്ന് പരിശുദ്ധമായ കഅബാലയത്തിനോട് ഹൃദയവികാരത്തോടുകൂടെ വിടവാങ്ങൽ തവാഫ്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്ര വലുതാണോ അതിനേക്കാൾ വലിയ വേദനയാണ് പുണ്യമായ കഅബാലയത്തോട് യാത്ര ചോദിക്കുക ഒരു അടിമക്കുണ്ടാവുക. ഹൃദയത്തോട് അലിഞ്ഞു ചേർന്ന് മക്കയോട്, ഹൃദയത്തോട് അലിഞ്ഞു ചേർന്ന് ഹറമിനോട്. ശുദ്ധമായ കഅബയിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ഉറക്കിലും കഅബ, ഉണർവിലും കഅബ. കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത മണ്ണ് വിശുദ്ധമായ ഹറമിന്റെ മണ്ണിൽ കഅബ. ആ കഅബയുടെ റബ്ബിനെ കണ്ട അതേ അനുഭൂതി തോന്നിപ്പോകും. മഹാന്മാർ പറയുന്നുണ്ട്. ഒരുപാട് സ്വാലിഹീങ്ങളും അലിമീങ്ങളും ആബിദീങ്ങളും സദാസമയം ഒരുമിച്ച് കൂടുന്ന ലോകത്തിലെ ഏറ്റവും പുണ്യമായ മണ്ണിൽ വന്നിട്ട് കഅബയോട് യാത്ര ചോദിക്കുമ്പോ ആ പുണ്യമായ കഅബയിലേക്ക് നോക്കിയിട്ട് അല്ലാഹുമ്മ വഫ്ഫിഖ്നൽ ലഉദ ബഅദൽ ലഉദി മർറതൻ ബഅദ മർറത്തിൻ ഇലാ ബൈതികൽ ഹറാം. അല്ലാഹുവേ, വീണ്ടും വീണ്ടും ഈ പുണ്യമായ മണ്ണിലേക്ക് എന്നെ നീ എത്തിക്കണേ അല്ലാ, നീ എത്തിക്കണേ അല്ലാ. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ
കഅബാലയത്തോട് വിടവാങ്ങൽ തവാഫ് നടത്തി മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ട് നിറം കണ്ണുകളോടെ നമ്മൾ മടങ്ങുമ്പോൾ ആ ഒരൊറ്റ പ്രതീക്ഷയാണ് ഹൃദയത്തോട് ചേർത്തി വെച്ച കഅബാലയത്തോട് മക്കയോട് ഹറമിനോട് അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചോദിക്കുമ്പോൾ ആകെ റസൂലുള്ളാഹിക്ക് പ്രതീക്ഷ അങ്ങ് മദീനയാണ്, ത്വാബയാണ്, ത്വയ്ബയാണ്. ഇൻഷാ അല്ലാഹ് 11ാമത്തെ ദിവസം ഉച്ചയോടുകൂടെ ഹബീബ് മുഹമ്മദിൽ മുസ്തഫ ആ മുത്തിന്റെ മണ്ണിലേക്ക് നമ്മൾ പോകും. അപ്പോഴത്തിനും ലക്ഷക്കണക്കിന് സ്വലാത്ത് കഅബയുടെ ചാരത്ത് വെച്ച് നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകും. കഅബ നോക്കിയിട്ട് ചൊല്ലിയിട്ടുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഖത്ം നമ്മൾ തീർത്തിട്ടുണ്ടാവും പുണ്യ കഅബയിൽ വെച്ചുകൊണ്ട്. എന്റെ കഅബയുടെ ചാരെ ഒരാൾ ഒരു ഖത്ം തീർത്താൽ 10,000 കോടി പ്രതിഫലമാണ് വാഗ്ദാനം. വിശുദ്ധമായ ഹറമിൽ 1,00,000 കഅബയുടെ ചാരെ ഒരു ഖത്ം തീർത്താൽ, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, ഒരു അല്ലാഹു അക്ബർ പറഞ്ഞാൽ 10,000 കോടി പ്രതിഫലം ഞാൻ വാഗ്ദാനം നൽകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചോറുണ്ടാക്കണ്ട, ചാറുണ്ടാക്കണ്ട, കരി ഭൂമിക്കണ്ട, പപ്പടം പൊരിക്കണ്ട, ഭർത്താവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണ്ട, മക്കളെ ചിന്തയില്ല, വീടിന്റെ ചിന്തയില്ല, കുടുംബത്തിന്റെ ചിന്തയില്ല. ഹൃദയത്തിൽ മുഴുവനും കഅബ, ഹൃദയത്തിൽ മുഴുവനും പരിശുദ്ധമായ ഹറം. ആ ഒരൊറ്റ ചിന്തയിൽ മുഴുവൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഇൻഷാ അല്ലാഹ് നേരെ നമ്മൾ റൂമിലെത്തി സാധനങ്ങളൊക്കെ ബന്ധപ്പെട്ട ഒരു ബസ്സിൽ കയറ്റി നേരെ നമ്മൾ പോകും ബദർ വഴി പരിശുദ്ധമായ മദീനയിലേക്ക്. മദീന എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റൂമിലെത്തി സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആവും നമ്മൾ ഇൻഷാ അല്ലാഹ്. നന്നായിട്ടൊന്ന് ഫ്രഷ് ആവും. കാരണം ഈ 10 ദിവസത്തോളം വിശുദ്ധമായ ഹറമിൽ നമ്മൾ ചെയ്ത എന്തൊക്കെ അമാലുകളുണ്ടോ അതൊക്കെ ഒരു ഫയലായിട്ട് വെച്ചിട്ടുള്ളത്. ആ ഫയലിന്റെ അടിയിൽ ഏറ്റവും ബന്ധപ്പെട്ട ഒരാൾ ഒപ്പിട്ടാൽ എന്ത് ചെയ്യുള്ളത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ആ സ്വീകരിക്കപ്പെടുന്ന മണ്ണാണ് ഏത്? പരിശുദ്ധ മദീന. മക്കയിൽ എല്ലാ സമയത്തും ഒച്ചപ്പാടാണ്. ഏത് സമയത്തും എന്തുണ്ടാവും മക്കയിൽ? നിസ്കാര സമയമല്ലാത്ത ബാക്കി മുഴുവൻ സമയം എന്തുണ്ടാവും? തവാഫ് ഉണ്ടാവും, ഉംറ ഉണ്ടാവും. എല്ലാ സമയത്തും പല ദിക്റുകളായി ഇങ്ങനെ ചൊല്ലുന്നുണ്ടാവും. എന്നാൽ മദീന ശാന്തമാണ്. വലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ലോകത്തിന്റെ മുത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. കാലിന്റെ ശബ്ദം പോലും കേൾക്കാൻ പാടില്ല. അങ്ങനെ മദീനയുടെ മണ്ണില് നിങ്ങൾ അപശബ്ദമുണ്ടാക്കിയാൽ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പേടിക്കേണ്ട സംഗതിയാണ്, പേടിക്കേണ്ട സംഗതിയാണ്. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ വഫാത്ത് നിങ്ങൾക്ക് ഖൈറാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾ എന്നോട് സലാം പറഞ്ഞാൽ അത് എനിക്കെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ നിസ്കാരം പൂർണ്ണമാവണമെങ്കിൽ, ഒരാളുടെ ഖുത്ബ പൂർണ്ണമാവണമെങ്കിൽ, ഒരാളുടെ ബാങ്ക് പൂർണ്ണമാവണമെങ്കിൽ ആ നേതാവിന്റെ പേരില്ലാതെ പൂർണ്ണമാവുകയില്ല. ഏതൊരു മനുഷ്യരും ഒരു വ്യക്തിയുടെ പേര് ഒരു അമലിൽ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ. സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒറ്റ നേതാവേ ഉള്ളൂ. 25ഓളം പ്രവാചകന്മാർ ഖുർആനിലുണ്ട്. ഏറ്റവും കൂടുതൽ പരാമർശം മൂസാ നബിയാണ്. ആ മൂസാ നബിയുടെ പേര് പോലും ഇവിടെ ഇല്ല. കഅബയെ നിർമ്മിച്ച ഇബ്രാഹിമിയുടെ പേര് പോലും ഏതിലില്ല? തഹിയാത്തിലില്ല. ആരുടെ പേരുണ്ട്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവേ ആ ഹബീബിന്റെ പച്ച കുബ്ബ ഈ 2 കണ്ണുകൾ കൊണ്ട് നേരിട്ടൊന്ന് കാണാൻ, കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. അങ്ങനെ റൂമിൽ നിന്ന് നല്ല ഡ്രസ്സ് എടുത്ത്, ഏറ്റവും നല്ല ഡ്രസ്സ് എടുത്ത് മദീനയിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു നല്ല റാഹത്തുള്ള ഡ്രസ്സ് എടുത്ത് പൂർണ്ണമായ ഹിജാബൊക്കെ ധരിച്ച് അതിന്റെ ബഹുമാന ആദരവോടെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ പച്ചക്കുബ്ബയിലെത്തും. ആ പച്ചക്കുബ്ബ കാണുമ്പോൾ സാധാരണ വിശുദ്ധമായ കഅബയിൽ ദുആ ചെയ്യുമ്പോഴും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഏതിലേക്ക് തിരിയും? കഅബയിലേക്ക്. എന്നാൽ മദീനയിലെത്തിയാൽ മുത്തിനോട് സലാം പറയുമ്പോൾ മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം. എല്ലാ നിയമങ്ങളെക്കാളും പ്രാധാന്യമാണ് ഏതിന്? അദബിന്. ഞാനൊരു പണ്ഡിതനാണെങ്കിലും എൻ്റെ വാപ്പ പടുവാണെങ്കിലും എൻ്റെ വാപ്പ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോ ഞാൻ ഇരിക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ വാപ്പാക്ക് വേണ്ടി നാടനാണ്, കിണർ മുഴിക്കുന്ന ആളാണ്. ആ
അറിവ് കുറഞ്ഞ ആളാണ്, പണ്ഡിതനായ ഞാൻ എന്ത് ചെയ്യണം? എന്റെ വാപ്പാക്ക് വേണ്ടി എണീറ്റ് കൊടുക്കണം. അതാണ് ഇസ്ലാം. എന്നതുപോലെ ഈ വിശുദ്ധമായ കഅബ ഉണ്ടാവാൻ പോലും കാരണക്കാരനാരാണ്? ആരാണ്? ശുദ്ധമായ ഖുർആനിലെ ആയത്താണ്. ഈ പുണ്യമായ കഅബ ഉണ്ടാവാൻ പോലും കാരണക്കാരനാരാണ്? മുഹമ്മദ് മുസ്തഫ. ആ മുത്തിന്റെ മണ്ണിലെത്തിയാൽ മുത്തിലേക്ക് തിരിഞ്ഞിട്ടാണ് സലാം. നേരെ അതിലേക്ക് തിരിഞ്ഞ് വിനയാന്വിതനായി താഴ്മയോടുകൂടെ കൂടുതൽ ശബ്ദം ഉയർത്താതെ സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. ആ സമയത്ത് ഞങ്ങൾ സലാമിനെ മുത്തുനബിയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. പുഞ്ചിരിയോടുകൂടെ ഹബീബ് സലാം അടക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെ ഇൻഷാ അല്ലാഹ് അന്ന് നമ്മൾ മദീന റൗള സിയാറത്തും ആണുങ്ങളൊക്കെ ഉള്ളിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ സലാം പറയാൻ വേണ്ടി പോവലാണ് ഉത്തമം. അങ്ങനെയാണ് ഫിഖിന്റെ കിതാബിലൊക്കെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന ദിവസം റൗള, ആ ദിവസത്തിൽ നിങ്ങളെ കൊണ്ടുപോയി ഭൂമിയിലെ സ്വർഗമായ മാബൈന ഖബരി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അവിടെ ഇൻഷാ അല്ലാഹ് പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ കൊണ്ടുപോയി നിസ്കരിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് കഴിഞ്ഞ് വിശുദ്ധമായ മദീനയുടെ പരിസരങ്ങളിൽ ഉള്ള എല്ലാ സ്ഥലങ്ങളും സിയാറത്ത് ചെയ്ത് 14ാമത്തെ ദിവസം മുത്തിനോട് സലാം പറഞ്ഞ്, ഹബീബിന്റെ ഹറമിനോട് സലാം പറഞ്ഞ്, മസ്ജിദ് നബവിയോടും സലാം പറഞ്ഞ്, ഹുജറത്തു ശരീഫയോടും സലാം പറഞ്ഞ് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അത് വല്ലാത്തൊരു വേദനയാണ്. അതൊരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിറയെ കണ്ണുകളോടെ മദീന കാണാൻ നിങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ. കാരണം ഒരാൾ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ 5 നേരത്തെ നിസ്കാരത്തിനും കാവൽ ചോദിക്കുന്ന ഒരു പഹയനുണ്ട്, മസീഹിൻ ദജ്ജാൽ. ആ ദജ്ജാൽ ഇറങ്ങാത്ത മണ്ണാണ് എന്റെ മദീന എന്ന് മുഹമ്മദ് മുസ്തഫ. അതിനോളം പവിത്രയുള്ള മണ്ണ് വേറെ എവിടെയുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നുമല്ല, ലോകത്തിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ കിടക്കുന്നത് ആ മണ്ണിലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബസ് മാർഗം ജിദ്ദയിലേക്ക് യാത്ര തിരിച്ച് ജിദ്ദയിൽ നിന്ന് നേരെ നാട്ടിലേക്കും യാത്ര തിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാം ഇതുവരെ പറഞ്ഞതും ഇതുവരെ കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ സാധുക്കളായ പാപികളായ ദോഷികളായ അടിമകളാണ്. പുണ്യ റമദാനിലെ അവസാനത്തെ ദിനരാത്രങ്ങളിലാണ് അല്ലാഹുവിന്റെ ഉംറയുടെ, കഅബയുടെ, മത്താഫിന്റെ, ഹിജ്റ ഇസ്മായിലിന്റെ, റുക്കുൽ യമാനിയുടെ പുണ്യമായ ഹറമിന്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ മജ്‌ലിസാണ്. നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ കേട്ടതുപോലെ ഈമാനികമായ കൽബോടുകൂടെ ആ പരിശുദ്ധമായ ഗേഹത്തിലെത്തി പുണ്യ കഅബ തവാഫ് ചെയ്യാനും ഉംറ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഹജ്ജിന്റെ സ്ഥലങ്ങളൊക്കെ നേരിൽ പോയി കണ്ട് അതൊക്കെ കണ്ണിറയെ കണ്ട് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ പരിശുദ്ധ മദീനയിലെത്തി ഭൂമിയിലെ സ്വർഗമായ റൗളയിൽ നിസ്കരിക്കാനും മുത്തിനോട് സലാം പറയാനും ഹബീബാന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മക്ബറ ജന്നത്തുൽ ബഖീഅ് ഫാത്തിമത്തു സഹറ ബത്തൂർ ഉൾപ്പെടെ ഹബീബിന്റെ മക്കളും അവിടുത്തെ 9ഓളം ഭാര്യമാരും സയ്യിദുനാ ഉസ്മാൻ ദുന്നൂറയിൽ ഉൾപ്പെടെ 10,000 സ്വഹാബത്ത് കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മക്ബറകളിലൊന്ന് ജന്നത്തുൽ ബഖീഅ്. അത് സിയാറത്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതുപോലെ ഹബീബിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ പുണ്യ മദീനയിലെ എല്ലാ സ്ഥലങ്ങളും സിയാറത്ത് ചെയ്യാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ മണ്ണ് കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഒരു തവണയെങ്കിലും എത്താൻ ഈ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ആ മണ്ണിലേക്ക് യാത്ര തിരിക്കുമ്പോൾ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി ഞങ്ങളെ സഹായിച്ചവര്, ഞങ്ങൾക്ക് പിന്തുണ നൽകിയവര്, ഞങ്ങൾ പാസ്പോർട്ട് കൊടുത്തു, പൈസ കൊടുത്തു, ബാക്കി അതിന്റെ മുഴുവൻ കാര്യങ്ങളും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഉറക്കമൊഴിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന സഹാറ ഗ്രൂപ്പ് MD റഷീദ് ഹാജി, അവരെ പാർട്ണർ ജാബിർ, അതുപോലെ ഇസയും മറ്റുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് നൂറുദ്ദീൻ, അതുപോലെ അതിന്റെ അക്കൗണ്ട്സ് മറ്റു കാര്യങ്ങളും
ക്ലിയർ ചെയ്യുന്ന ജാസില്, അതുപോലെ ടിക്കറ്റ് മറ്റു കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്ന സെയ്തു, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യങ്ങളും ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അവരെ ബിസിനസ്സുകളിലൊക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ആയുസ്സിൽ തവണയെങ്കിലും ദുൽഹിജ്ജ 9 അന്ന് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി അറഫയിൽ നിൽക്കാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ വർഷം ഹജ്ജ് ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ചും സഹാറ കുടുംബത്തിൽ പാസ്പോർട്ട് കൊടുത്ത് അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത എല്ലാവർക്കും മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. വാനലോകത്ത് ലബ്ബൈക ലബ്ബൈക വസഅദൈക ഹജ്ജുക മഖ്ബൂൽ വദംബുക മഗ്ഫൂർ വസഅയുക മഷ്കൂർ എന്ന് വിളിച്ചു പറയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഈ പുണ്യ റമദാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്റിൽ സാധുക്കളായ ഞങ്ങളെ നീ പങ്കു ചേർക്കണേ തമ്പുരാനെ. അപാകതകൾ ഉണ്ടാവാം, ന്യൂനതകൾ ഉണ്ടാവാം, പോരായ്മകൾ ഉണ്ടാവാം, എല്ലാം പൊറുക്കാൻ മനസ്സുള്ള റബ്ബേ. എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ശുദ്ധമായ കഅബാലയത്തെ പോലെ ഞങ്ങളെ കൽബിനെ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഖുർആൻ ഇറങ്ങിയ മാസമാണ് അല്ലാഹുവേ. വിശുദ്ധമായ ഖുർആന്റെ ആ നൂറ് ഞങ്ങളെ കൽബിനെ ഇട്ടു തരണേ തമ്പുരാനെ. പരിശുദ്ധമായ ഖുർആൻ നാളെ ഞങ്ങൾക്ക് ശുഭാശകനായി നീ എത്തിക്കണേ തമ്പുരാനെ. നീ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹു ആരുടെയും തണലില്ലാതെ തുണയില്ലാതെ ഏകാന്തമായി 6 അടി മണ്ണിന്റെ ഉള്ളിൽ കടക്കുമ്പോൾ ചെമ്പോത്തിന്റെ കണ്ണുകൾ പോലെ ചുവന്ന കണ്ണുകളുള്ള മലക്ക് ആ ഖബറിനുള്ളിൽ നിന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി ഉത്തരം പറയാൻ ഈ ഒരു ക്ലാസ്സും ഈ ഒരു മജ്ലിസും ഈ സമയവും ഈ മാസവും ഞങ്ങൾക്ക് നീ സബബാക്കി തരണേ അല്ലാഹ്. നീ സബബാക്കി തരണേ അല്ലാഹ്, സബബാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ദുആനെ നീ കബൂലാക്കണേ റബ്ബേ. അവസാനം മരണം ഖൈറാകുന്ന സമയത്ത് ഹക്കടവാടുകളൊക്കെ വീട്ടി, ബാധ്യതകളൊക്കെ വീട്ടി, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട്, ആരംഭപ്പൂവായ മുത്തുനബിയുടെ പുഞ്ചിരിക്കുന്ന പൂർവ്വം കണ്ട്, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ റഹ്മത്തിന്റെ മലക്ക് വന്നിട്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറയുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമുനി എന്ന് വിളിച്ചു പറയുന്ന മഹാഭാഗ്യശാലി ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് ഉറ്റവരും ഉടയവരും തിരിഞ്ഞു പോരുമ്പോ അല്ലാഹുവേ നം കന ഉമ്മത്തിൽ അറൂസ് പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിപ്പോയി സന്തോഷം പറയുന്ന ഖബറാക്കി ഞങ്ങളെ ഖബറിനെ നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ ദുആ കാമിൽ പറയുമ്പോ ഞങ്ങളാക്കി തീർത്ത മാതാപിതാക്കൾ പലവരും, ഭാര്യമാരെ മാതാപിതാക്കളിൽ പലവരും, ഭർത്താക്കന്മാരെ മാതാപിതാക്കളിൽ പലവരും 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്, ബർസഖിയ ലോകത്താണ്. ഏറ്റവും മിനന്നാർ നൽകണേ തമ്പുരാനെ, ഏറ്റവും മിനന്നാർ നൽകണേ തമ്പുരാനെ. സ്വർഗപ്രവേശനം നൽകണേ തമ്പുരാനെ. സ്വർഗീയ കവാടങ്ങൾ തുറന്ന് ആ സ്വർഗീയ അനുഭൂതി കണ്ടാസ്വദിക്കാൻ അവർക്ക് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.